ഓക്കെ, ഇപ്പോഴും 52 പേര് എത്തിയിട്ട് കാണുന്നുള്ളൂ. എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ, ക്ലാസ് ആരംഭിക്കാൻ തോന്നുന്നു. ഓൺലി 52 പീപ്പിൾ ഓൾറെഡി ജോയിൻ ദ റൂം. 52 ആളാണ് ആകെ ജോയിൻ ചെയ്തത്. നമുക്ക് ഏറെ സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞതുപോലെ ആദ്യത്തെ ഇൻട്രോ ആണ്. ഇൻട്രോ കുറച്ച് പേര് കൂടി വന്നിട്ട് അവർ പരിചയപ്പെട്ടെ. നമ്പർ 2 കോഡ് ഓഫ് ഓണർ ആണ്. അതായത് ഈ കോഴ്സിൽ ഇരിക്കുമ്പോൾ ഉണ്ടാവേണ്ടുന്ന കണ്ടീഷനുകൾ, നിബന്ധനകളാണ് ഉദ്ദേശിക്കുന്നത്. നമ്പർ 3 എന്നുള്ളത് ഒരു ടാസ്ക് ആണ്. ഇതിനകത്ത് ഒരു ടാസ്ക് ഉണ്ട്, മെസ്സേജിൽ അയച്ചത്. ഈ ടാസ്കിനകത്ത് പങ്കെടുക്കുന്ന ആളുകൾ, വിജയികൾക്ക് 2000 രൂപ വില വരുന്ന ഗിഫ്റ്റ് സക്സസ്ഫുള്ളി നിങ്ങളുടെ വീട്ടിലെ കൊറിയർ അഡ്രസ്സിലേക്ക് അയച്ചു തരുന്നതാണ്. ഒരു ടാസ്ക് വരാൻ പോകുന്നുണ്ട്. സോ ഈഗർലി വെയിറ്റ് ഫോർ ദ ടാസ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കാരണം നമുക്കറിയാം ബിസിനസ്സുകാരാണ് നമ്മൾ, കൂടുതൽ പേര് ബിസിനസ്സുകാരാണ് കോഴ്സിൽ വന്നവര്. അപ്പൊ ഓരോ നിമിഷവും ഓരോ ടാസ്ക് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ബിസിനസ് എന്നത്. നമുക്കറിയാം എവറി ടൈം ബിസിനസ് ഓണേഴ്സ് എന്താണ്, വി ആർ ഫേസിങ് ചലഞ്ചസ്. am I right or not? ശരിയല്ലേ? ഓരോ സെക്കൻഡിലും ചാലഞ്ചുകൾ ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ആ ചാലഞ്ച് എന്ന് പറയുന്നത് ഓരോ ടാസ്ക് ആയിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഓരോ ടാസ്കും നമ്മളെ ഈ പഴയ കാലത്ത് സ്കൂളിലൊക്കെ ഒരു ഹേഡിൽസുകളില്ലേ, ഓടി ഒരു ഹേഡിൽ എന്ന് പറഞ്ഞൊരു മത്സരം അറിയാലോ, ഒരു കൊമ്പ് വെച്ചിട്ട് അതിന് ചാടിക്കിടക്കുന്ന മത്സരം. അപ്പൊ അതേപോലെ ഓരോ ചാലഞ്ചാണ് വന്നുകൊണ്ടിരിക്കുക. ഓരോ ടാസ്ക് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ബിസിനസ്സിൽ ചെയ്യാനുള്ള കാര്യം, നമുക്കറിയാം. അപ്പൊ അതൊരു ടാസ്ക് ആണ് നമുക്ക് മൂന്നാമതായിട്ടുള്ളത്. പിന്നെ അടുത്തായിട്ട് വരുന്നത് എക്സ്പ്ലനേഷൻ ഓഫ് ബിസിനസ് മാസ്റ്റർ ഗ്രോത്ത്. ബിസിനസ് മാസ്റ്റർ ഗ്രോത്തിൽ നമ്മൾ കൈകാര്യം ചെയ്ത വിഷയങ്ങൾ എന്തൊക്കെയാണ്, എത്രയൊക്കെ വിഷയങ്ങൾ കൈകാര്യം ചെയ്തത്, അതൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് വന്നത്, അത്തരത്തിലുള്ള കുറെ കാര്യങ്ങളാണ് നാലാമത്തെ പോയിന്റ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ, എന്തൊക്കെ അവിടെ പറയല്ലോ, ഒരു പുതിയ ബിസിനസ്സുകാർക്ക് ഒരു പുതിയ ഐഡന്റിറ്റി നിങ്ങൾ കിട്ടിയിരിക്കുകയാണല്ലേ, എ ന്യൂ ഐഡന്റിറ്റി. അപ്പൊ ആ ന്യൂ ഐഡന്റിറ്റിയിലൂടെ നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ബിസിനസ് രംഗത്തുണ്ടായ മാറ്റം എന്തൊക്കെയാണ്, എന്തൊക്കെ പുതിയ ആക്ഷൻ ആണ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്തത്, അതിലൂടെ ഉണ്ടായ റിസൾട്ട് എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള ഒരു ചെറിയൊരു ടൈം ഡിസ്കഷൻ ആണ് നെക്സ്റ്റ് വരുന്നത്. അതേപോലെ തന്നെ പിന്നെ വരുന്നത് കോച്ചിങ് ആണ്. ഇന്നത്തെ കോച്ചിങ്, ഇന്നത്തെ സ്പെഷ്യൽ കോച്ചിങ് ആണ്. ഇന്നത്തെ സ്പെഷ്യൽ സബ്ജക്റ്റുകളാണ് നമുക്ക് ഇന്ന് വരാനുള്ളത്. അതും മൈൻഡ് ബ്ലോയിങ് സബ്ജക്റ്റുകളാണ്. പ്രത്യേകിച്ചിട്ട് നമുക്കറിയാം മണി ആയിട്ട് ബന്ധപ്പെട്ട കുറെ നെഗറ്റീവ് ബിലീഫ്സ് ഉണ്ട് എന്ന് നമ്മൾ കോഴ്സിലൂടെ മനസ്സിലാക്കി. മാത്രമല്ല മണിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാത്ത, എന്താ പറയാ, നവാസ് അവന്റെ മോളാണ് നോക്കുന്നത് തോന്നുന്നു. നവാസ് ശ്രദ്ധിക്കുക, മക്കളും ആരും കൂടെ ഇല്ല എന്ന് ഉറപ്പിക്കുക. ഒറ്റക്കാണ് റൂമിൽ നിങ്ങൾ ഉറപ്പിക്കുക, എങ്കിൽ മാത്രമേ ഫോക്കസ്ഡ് അറ്റൻഷൻ കിട്ടുള്ളൂ. സാധാരണ പറയാറുണ്ട് ചെറിയ കുട്ടികൾ തേരട്ടയൊക്കെ നോക്കിയിരിക്കുന്ന ആ ഒരു രീതി നമ്മൾ മുമ്പ് പറഞ്ഞു ഓർക്കുന്നില്ലേ, അതേപോലെ ആ ഫോക്കസ്ഡ് അറ്റൻഷൻ കിട്ടണമെങ്കിൽ ആ രീതിയിൽ തന്നെ ഇരിക്കുക. ഒറ്റക്ക് ഏകാന്തമാണെന്ന് ഉറപ്പിക്കുക, റൂമിൽ ആരും ഇല്ലാന്ന് ഉറപ്പിക്കുക. ഓക്കെ, മണിയായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. ഒരുപാട് കാര്യങ്ങൾ റീഫ്രെയിം ചെയ്ത് പോയി. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം മണി എന്നുള്ളത് ബിസിനസ്സുകാരെ സംബന്ധിച്ചോളം എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. മണി മേക്കിംഗ് ആണ് ബിസിനസ്. ഈസ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മണി മേക്കിംഗ് ആണ്. മണിയെ എങ്ങനെ കാണണം എന്നുള്ളത് നമ്മൾ ഗ്രോത്ത് മാസ്റ്ററിൽ മനസ്സിലാക്കി 2 days കോഴ്സിൽ അല്ലെ. മണി എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ആണ്, അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ആണ്, പ്രൈസ് ദ ലോർഡ് ആണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. അത് അതിന്റെ 50% ആണ്. മറുവശം എന്താണ്, മണി മേക്കിംഗ് ആണ് ബിസിനസിന്റെ മെയിൻ പാർട്ടി എന്നുള്ളത്, അതിലൊരു സംശയമില്ല. പക്ഷെ മണി പലപ്പോഴും നമ്മളിലേക്ക് വരാതിരിക്കാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് മണി നമ്മളിലേക്ക് വരാതിരിക്കുന്നത് ചോദിച്ചാൽ, അൺകോൺഷ്യസ് മൈൻഡിലുള്ള ഒരുപാട് നെഗറ്റീവ് ബിലീഫ്സുകൾ ഉണ്ടാകും. ആ ഒരു കാരണം കൊണ്ടാണ്, അത്തരത്തിലുള്ള ഒരുപാട് കാരണങ്ങളാണ് നമ്മളിലേക്ക് മണി വരാത്തത്. അതുമായി ബന്ധപ്പെട്ട കുറെ കോച്ചിങ് ആണ് നമുക്ക് ഇന്ന് ചെയ്യേണ്ടത്. ഓക്കെ, നമ്പർ 8 ആൻഡ് ബൈ ദ ബൈ എത്ര പേര് എത്തിയെന്ന് നോക്കട്ടെ. അപ്പോഴും 54 പേരെ കാണുള്ളൂ. ഓക്കെ, നമുക്ക് ഏതായാലും നിങ്ങൾ പോയി കളയാം. 8ാമത്തത് വരുന്നത് ബ്രേക്ക് ഔട്ട് റൂമാണ്. ബ്രേക്ക് ഔട്ട് റൂം എന്ന് പറഞ്ഞാൽ ഓൾറെഡി പിന്നെ സൂമിൽ ഇരിക്കാറുള്ള മറ്റു ക്ലാസ്സുകൾക്ക് ഇരുന്ന ആളുകൾക്ക് അതറിയാം. എത്ര പേർക്ക് ബ്രേക്ക് ഔട്ട് റൂം എന്നുള്ള കൺസെപ്റ്റ് അറിയാം? അറിയുന്നവര് മീ എന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. മീ എന്ന് ടൈപ്പ് ചെയ്യാം. മീ, എനിക്കറിയാം, മീ, ഞാൻ എന്ന അർത്ഥത്തിൽ മീ എന്ന് ടൈപ്പ് ചെയ്യും ചാറ്റ് ബോക്സിൽ. എന്താണ് സൂമിന്റെ ബ്രേക്ക് ഔട്ട് റൂം എന്ന കൺസെപ്റ്റ് അറിയുന്നവർക്ക്, എന്താണ് സംഗതി എന്ന് അറിയുന്നവർ മീ എന്ന് ചാറ്റ് റൂമിൽ. ഓക്കെ, ഫൈസൽ മീ. ഓക്കെ, ഫൈസൽ എന്നറിയാം. പിന്നെ ആർക്കാണോ ബ്രേക്ക് ഔട്ട് റൂം അറിയുക അവര് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. ഓക്കെ, 2 പേരെ ടൈപ്പ് ചെയ്തിട്ട് കാണുള്ളൂ. അടുത്ത മുഹമ്മദ് ഇബ്രാഹിം അറിയാം. ഓക്കെ, വെരി ഗുഡ്. ജാസിൽ ഡോക്ടർക്ക് അറിയാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. പ്രജിത്ത് ലാൽ റേസ്ഡ് ഹാൻഡ്. ഓക്കെ, ഡിജിറ്റലി അറിയാമെന്നർത്ഥം. ഓക്കെ, ഐ ഗസ് ദാറ്റ് യു നോ ദാറ്റ്.
ഓക്കെ. അപ്പൊ അടുത്ത എന്താണ്, നമ്മൾ കോച്ചിങ് കഴിഞ്ഞ ഉടനെ ബ്രേക്ക്ഔട്ട് റൂമാണ്. ബ്രേക്ക്ഔട്ട് റൂം എന്ന് അറിയുന്നവർക്കറിയാം, അതായത് നിങ്ങൾ ഓരോരുത്തരെയും 5 ഗ്രൂപ്പായിട്ട് 5 വീതമുള്ള ഗ്രൂപ്പ് ആക്കിയിട്ട് ഒരു സിംഗിൾ റൂമിലേക്ക് നിങ്ങൾ വിടുകയാണ് ചെയ്യുക. അവിടെ എന്തൊക്കെയാണോ ഇന്ന് നിങ്ങൾ കോച്ചിങ്ങിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ, നിങ്ങളുടെ റീഫ്രെയിമുകൾ, നിങ്ങളുടെ ടേക്ക് അവേസ് എന്തൊക്കെയാണോ മനസ്സിലാക്കിയത്, അതെല്ലാം നിങ്ങൾ 5 പേര് കൂടി ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുക. ആ ഡിസ്കഷനോടൊപ്പം തന്നെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് അതിൽ നിന്ന് ഈ 5 പേരിൽ നിന്ന് ആ ഡിസ്കഷൻ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ലീഡറെ സെലക്ട് ചെയ്യാം. നമുക്കറിയാം ബിസിനസ് ഓണേഴ്സ് ഓർ ഓണ്ടർപ്രണേഴ്സ് ആർ ആക്ച്വലി ലീഡേഴ്സ്. അറിയാം മീ എന്താണ് ഓണ്ടർപ്രണേഴ്സ് ആക്ച്വലി ആരാണ്? ലീഡേഴ്സ് ആണ്. ഓക്കെ, ഏത് ഇൻഡസ്ട്രി ആയാലും ശരി, ട്രെയിനിങ് ആയിരുന്നാലും ശരി, പ്രൊഡക്റ്റ് ആയിരുന്നാലും ശരി, സർവീസ് ആയിരുന്നാലും ശരി, എന്താണ് ആക്ച്വലി ലീഡേഴ്സ് ആണ്. അപ്പോൾ ഒരു ലീഡറെ നിങ്ങൾ 5 പേരും കൂടി സെലക്ട് ചെയ്യുന്നു. ആ ലീഡറെ പിന്നെ എന്ത് ചെയ്യുന്നു, മെയിൻ റൂമിലേക്ക് വന്നിട്ട് അവർക്ക് ഒരു 3 പേർക്ക് എന്തൊക്കെയാണോ ഈ കോച്ചിങ്ങിലൂടെ നിങ്ങൾ ഇന്ന് മനസ്സിലാക്കിയത് അതെല്ലാം അവതരിപ്പിക്കാനുള്ള അവസരമാണ് അവിടെ കിട്ടുന്നത്. ഓക്കെ, ആർ യു വിത്ത് മീ? ക്ലിയർ? സോ ഫാർ ക്ലിയർ? ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. ദെൻ വരുന്നത് ഓക്കെ, ലെറ്റ് ഇറ്റ് ബി എ സീക്രട്ട്. അതാണ് കിട്ടുക, ഒരു ക്യൂരിയോസിറ്റിയിൽ കിട്ടുക ലാസ്റ്റ് പോയിന്റ്. ഓക്കെ, എനിവേ സനൽകുമാർ സാർ എത്തിയല്ലേ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, സനൽകുമാർ സാർ പരിചയപ്പെട്ടോ? പേര് അതുപോലെ തന്നെ സ്ഥലം ഒന്ന് ടൈപ്പ് ചെയ്യുക എന്നുള്ള ഇൻട്രോ സെക്ഷനാണ് നമ്മൾ ആദ്യത്തത്. സനൽകുമാർ സാർ പേര് കൊടുത്തിട്ടില്ലെങ്കിൽ ഒന്ന് എന്ത് ചെയ്യാം, പേരും അതുപോലെ തന്നെ സ്ഥലവും ഒന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ആളുകള് 55 പേര്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഏതായാലും 55 പേര് എത്തിയിട്ടില്ലെങ്കിൽ കൂടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സനൽകുമാർ സാർ ക്ലിയർ അല്ലേ? നിഹാല കണ്ണൂർ. ഓക്കെ, മോസ്റ്റ് വെൽക്കം നിഹാല. സൗണ്ട് ക്ലിയർ ആണല്ലോ? എല്ലാവരും ക്ലിയർ ആണല്ലോ? തുടങ്ങല്ലേ? ഓക്കെ, പറഞ്ഞതുപോലെ കോഡ് ഓഫ് ഓണർ ആണ്. നമുക്കറിയാം ഈ പ്രപഞ്ചം മൊത്തത്തിൽ നിലനിൽക്കുന്ന കൃത്യമായ ഒരു നിയതമായ കൃത്യമായ റൂളിലും റെഗുലേഷനിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ഓരോ ഓണ്ടർപ്രണർ നൽകി കൃത്യമായ റൂൾ ആൻഡ് ഫഹദ് മാല. ഓക്കെ, മോസ്റ്റ് വെൽക്കം. കൃത്യമായ റൂളിലാണ് നമ്മൾ പോകേണ്ടത്. പ്രപഞ്ചത്തിന്റെ നിയമം അനുസരിക്കുമ്പോഴാണ് ശരിക്കും സക്സസ് വരുന്നത്. അപ്പൊ ഈ ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ ഈ കോച്ചിങ്ങിലേക്ക് വരുമ്പോൾ എന്തൊക്കെ നിബന്ധനകളാണ് പാലിക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കിയ ഓർക്കുന്നില്ലേ? ന്യൂറോളജിക്കൽ ലെവൽസ് എല്ലാവരും ഓർക്കണ്ടോ ഇല്ലയോ? നമ്മളൊന്ന് മനസ്സിലാക്കി അല്ലെ? ഓർക്കുന്നില്ലേ? ഓരോ ലെവലുകൾ പറഞ്ഞ ഓർമ്മയില്ലേ? ഫസ്റ്റ് ലെവൽ എന്തായിരുന്നു? ഫസ്റ്റ് ലെവൽ വാസ് എൻവയോൺമെന്റ് അല്ലെ? എൻവയോൺമെന്റ്. അപ്പൊ ഇവിടെ എന്താണ്, നമ്മളൊരു പ്രത്യേക എൻവയോൺമെന്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതേതാണ് എൻവയോൺമെന്റ്? ഓൺലൈൻ എൻവയോൺമെന്റിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ശരിയല്ലേ? അപ്പൊ ഓൺലൈൻ എൻവയോൺമെന്റിൽ എന്തൊക്കെ ബിഹേവിയറുകളാണ്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പെരുമാറേണ്ടത്, എന്തൊക്കെ ബിഹേവിയറുകളാണ് അല്ലെ? രണ്ടാമത്തെ എന്തായിരുന്നു? ബിഹേവിയർ അല്ലെ? ഓക്കെ, ഏതൊക്കെ ബിഹേവിയറുകളാണ് നമ്മൾ ഇവിടെ പ്രകടിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് കോഡ് ഓഫ് ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? നമ്പർ 1, കോഡ് ഓഫ് ഓർഡർ നമ്പർ 1 ഈസ് സപ്പോർട്ട് എന്നുള്ളതാണ്. സപ്പോർട്ട് ഈച്ച് അതർ. നമ്മുടെ ഈ ഒരു എൻവയോൺമെന്റ്, ഇതാണ് നമ്മുടെ ഓൺലൈൻ എൻവയോൺമെന്റ്. ഓക്കെ, ഈ എൻവയോൺമെന്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ലക്ഷ്യം എന്താണ്? പർപ്പസ് എന്താണ്? ഏറ്റവും വേറെ പർപ്പസ് ആണ്. എന്താണ് പർപ്പസ്? എന്താണ് നമ്മളിവിടെ ടോട്ടൽ പർപ്പസ് എന്താണ്? ആസ് ആൻ ഓണ്ടർപ്രണർ അവർ പർപ്പസ് ഈസ് ഹാവിംഗ് മാസീവ് ഗ്രോത്ത്. മാസീവ് ആയിട്ടുള്ള ഗ്രോത്ത് ബിസിനസ്സിൽ ഉണ്ടാക്കുക എന്നുള്ള ഒരു കോമൺ പർപ്പസിലാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. കറക്റ്റ് ഓർ നോട്ട്? ശരിയല്ലേ? അപ്പൊ ഈ പർപ്പസിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു എൻവയോൺമെന്റിൽ വന്നിരിക്കുകയാണ്. ഏതാണ് എൻവയോൺമെന്റ്? ഓൺലൈൻ കോഴ്സിലേക്ക്, കോച്ചിങ്ങിലേക്ക് വന്നിരിക്കുക. അപ്പൊ നമ്മൾ പാലിക്കേണ്ട ബിഹേവിയറുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്പർ 1 ഈസ് വാട്ട്? സപ്പോർട്ട്. ഓക്കെ, സപ്പോർട്ട് ഈച്ച് അതർ. ഓരോരാളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് പരസ്പരം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഓക്കെ, ക്ലിയർ? നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാം. ഓക്കെ, നമ്പർ 2 എൻകറേജ് ഈച്ച് അതർ എന്നുള്ളതാണ്. പരസ്പരം വിമർശനം കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ പരസ്പരം എൻകറേജ് ചെയ്യുക. ഓരോരാളും അത്രയും എൻകറേജ് ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് പിന്നീട് വരും. അതുപോലെ സപ്പോർട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ വരും. ഇതൊരു ലോങ് ജേണിയാണ്. നമ്മൾ ജേണി ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതായത് ഒരു എന്താ പറയാ, ഓണ്ടർപ്രണർഷിപ്പ് ജേണി, ഒരു പുതിയ ജേണി, എവിടെയും കിട്ടിയിട്ടില്ലാത്ത, എവിടെയും കിട്ടാത്ത, എവിടെയും കാണാത്ത ഒരു പ്രത്യേകതരം ജേണി, ഒരു ഇന്നർ ജേണി. നമ്മളന്ന് പഠിച്ചോ? നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഈ 4 ഏരിയ ഓർക്കുന്നില്ല നമ്മൾ? ഫിസിക്കൽ വേൾഡ്, മെന്റൽ വേൾഡ്, ഇമോഷണൽ വേൾഡ് ആൻഡ്
സ്പിരിച്വൽ പാർട്ടൊക്കെ ഓർക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത്. അപ്പൊ ഫിസിക്കലി നമുക്ക് ഗ്രോത്ത് മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇന്നർ വേൾഡിലാണ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിനുള്ള കൃത്യമായ ഒരു ഇന്നർ ജേണി നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് ഗ്രോത്തിന്റെ. അപ്പൊ അതിന്റെ എൻവയോൺമെന്റിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് എന്താണ്? എൻകറേജ് ഈച്ച് അതർ എന്നുള്ളതാണ്. ആർ യു റെഡി ഓർ നോട്ട്? ആർ യു റെഡി ഓർ നോട്ട്? റെഡി എന്നുള്ളവര് 6 എന്ന് ടൈപ്പ് ചെയ്യാം. 6 എന്ന് ടൈപ്പ് ചെയ്യാം. ചാറ്റ് ബോക്സിൽ 6. റെഡി ടു സപ്പോർട്ട് ഈച്ച് അതർ, റെഡി ടു എൻകറേജ് ഈച്ച് അതർ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി നൈസ്, വെരി നൈസ്, വെരി നൈസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ തന്നെ. And the third one is behavior number 3. ഈ എൻവയോൺമെന്റിൽ ഇരിക്കും, ഓൺലൈനിൽ ഒരു സ്പെഷ്യൽ എൻവയോൺമെന്റ് ഇരിക്കും. മൂന്നാമത്തെ കോഡ് ഓഫ് ഓണർ ഇതാണ്: 100% പാർട്ടിസിപ്പേഷൻ. How many percentage? 100%. Type 100. Type 100 in the chat box. 100 ടൈപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ടൈപ്പ് ചെയ്യുക. കൈ ഉയർത്താൻ പറഞ്ഞാൽ കൈ ഉയർത്തുക. കൈ പൊക്കാൻ പറഞ്ഞാൽ കൈ പൊക്കുക. എന്താണോ ചെയ്യാൻ കൽപ്പിക്കപ്പെടുന്നത് അതെല്ലാം ആസ് ഇറ്റ് ഈസ് 100% പാർട്ടിസിപ്പേഷൻ. ഓക്കെ, 100% പാർട്ടിസിപ്പേഷൻ. അയ്യൂബ് സാറാണോ ഉണ്ണീൻ പൈലറ്റ് എന്ന പേരിൽ ഇരിക്കുന്ന അയ്യൂബ് സാറല്ലേ? കൈവോക്കെ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഓക്കെ, മോസ്റ്റ് വെൽക്കം. 100% പാർട്ടിസിപ്പേഷൻ ആണ് മൂന്നാമത്തെ കോഡ് ഓഫ് ഓണർ എന്നത്. ഓക്കെ, ഇനി നമ്പർ 4 വരുന്നത് മാസീവ് ഗ്രോത്ത് തന്നെയാണ്. മാസീവ് ഗ്രോത്ത് ആണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത്. അതാണ് നമ്മുടെ 4ാമത്തെ കോഡ് ഓഫ് ഓണർ ആയിട്ട് വരുന്നത്. മാസീവായിട്ടുള്ള ഗ്രോത്തിലേക്ക് പോകാന്നുള്ളത്. ഓക്കെ, നമ്പർ 5 ക്ലാരിറ്റി ആണ്. ഇവിടെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് അറിയാം, ഗ്രോത്ത് മാസ്റ്ററിൽ പങ്കെടുത്ത ആളുകളാണ് നിങ്ങൾ. എല്ലാം വളരെ സൂപ്പർ സിമ്പിൾ ആക്കി മാറ്റുക എന്നുള്ളത്. കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. വെരി സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ വരെ സൂപ്പർ 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 സിമ്പിളാക്കി എല്ലാം ക്ലാരിറ്റി, ഡൗട്ട് ഇല്ല, അംബിഗ്വിറ്റി ഇല്ല, ഒന്നുമില്ല. വളരെ കൃത്യമായിട്ട് എന്താണ് ക്ലാരിറ്റി നൽകുക. കൺഫ്യൂഷൻ ടു ക്ലാരിറ്റി ആണ് നെക്സ്റ്റ് വൺ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് കൺസിസ്റ്റൻസി. ഇവിടെ കോച്ച് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ, പഠിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ, ട്രെയിൻ ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ, മെന്റർ ചെയ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ള, ചെയ്യുന്നതിലുള്ള പ്രതിജ്ഞ എടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ എന്നുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കമ്മിറ്റ്മെന്റ് ആൻഡ് ഡെഡിക്കേഷൻ. 100% കമ്മിറ്റ്മെന്റ് ആൻഡ് ഡെഡിക്കേഷൻ പറയുന്ന കാര്യങ്ങൾ അതേപോലെ അപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയേണ്ട ഒരു പോയിന്റ് ഇപ്പൊ തന്നെ ചാടി വരികയാണ് ഇതിലേക്ക്. അതായത് പറയാറ് ഇങ്ങനെയാണ്: ആക്ഷൻ ടേക്കേഴ്സ് ആർ ടേക്ക് ഡൗൺ. എഴുതി വെക്കുക, എല്ലാവരും എഴുതി വെക്കുക. വെരി 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 ബില്യൺ ഡോളർ നോളജുകളാണ് നിങ്ങൾക്ക് ഓരോന്നും നൽകാൻ പോകുന്നത് ഇവിടെ. ആക്ഷൻ ടേക്കേഴ്സ് ആർ മണി മേക്കേഴ്സ്. ആക്ഷൻ ടേക്കേഴ്സ് ആർ മണി മേക്കേഴ്സ്. നമ്മളന്ന് മനസ്സിലാക്കി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ ക്ലാസ്സില് ഓർക്കുന്നില്ല 3 കാര്യം മനസ്സിലാക്കിയത്. അതായത് ഡ്രീമർ, നമ്മുടെ അകത്തുള്ള 3 പേഴ്സണാലിറ്റി ഓർക്കുന്നില്ല. ഡ്രീമർ പോകുന്നില്ലേ, ക്രിട്ടിക്, and what's the next one? Next one, type anybody, type yourself, type in the chat box. What is the last one? What's the last one? നമ്മൾ ആ ക്ലാസ്സിൽ മനസ്സിലാക്കിയ, ട്രെയിനിങ്, ആ കോച്ചിങ് മനസ്സിലാക്കിയത് ഒന്നും വെറുതെ പാഴ്വാക്കായിട്ട് പറഞ്ഞല്ല. ഓരോന്നും നമുക്ക് അപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവന്നിട്ട്, എക്സിക്യൂഷനിലേക്ക് കൊണ്ടുവന്നിട്ട് റിസൾട്ട് ഉണ്ടാക്കേണ്ട സംഗതികളാണ്. ഹൈ ആൻഡ് റിസൾട്ട് ഉണ്ടാക്കേണ്ട സംഗതികളാണ് അതൊക്കെ. ഓക്കെ, എനിവേ, വാട്ട്സ് ദ ലാസ്റ്റ് വൺ? Type in the, yes, from Husna. Very good, Husna. Very good. Action taker. Action taker. Okay. അപ്പൊ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സ്വപ്നം കാണുക എന്നുള്ളത് വേണം. സ്വപ്നം വേണം, പക്ഷെ സ്വപ്നത്തിൽ മാത്രം ലയിച്ചു പോകരുത്. ഓൺലി സ്വപ്നം വിജയിക്കില്ല. എന്ത് വേണം സാർ? മുഹമ്മദ് അലി സാർ, are you with me? എന്ത് വേണം? ആക്ഷൻ ടേക്കിംഗ്. ഓക്കെ, ആക്ഷൻ ടേക്കേഴ്സ് ആർ മണി മേക്കേഴ്സ് എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഫുൾ commitment and dedication. And are you ready or not? Come on, are you ready? Okay, come on. Okay, thank you very much. And next one, എന്തൊക്കെയാണോ നമ്മൾ അന്ന് ഗ്രോത്ത് മാസ്റ്ററിൽ മനസ്സിലാക്കിയത്, 2 ദിവസം പഠിച്ച കാര്യങ്ങൾ. ഓക്കെ, ടാസ്ക് വരാൻ പോണേ. Now I am going to the task. Okay, are you ready to handle it, to bear it, to accept it? Task: 2,000 rupees gift for you from Success Valley. Are you ready or not? Okay, yes. Shukur sir, എവിടെ?
ഷുക്കൂർ സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് അടുത്തേക്ക് വന്നോട്ടെ. അൺമ്യൂട്ട്, ഷുക്കൂർ സാറിനെ അൺമ്യൂട്ട് ചെയ്യാം. ഇപ്പൊ കേൾക്കാലോ? ഓക്കെ. അപ്പൊ ഷുക്കൂർ സാർ ശ്രദ്ധിക്കുക, അതുപോലെ ജസീക്ക് സാല ശ്രദ്ധിക്കുക. ടാസ്ക് ആരംഭിക്കുകയാണ്. 2000 റുപ്പീസിന്റെ ഗിഫ്റ്റ് ഉള്ള ടാസ്ക് ആണ്. സോ വളരെ കെയർഫുൾ ആയിരിക്കണം. ഓക്കെ, എവരിബഡി ടാസ്ക് ഇതാണ്. എന്താണോ 2 ദിവസം നമ്മൾ ബിസിനസ് കോച്ചിങ്ങിലൂടെ, ബിസിനസ് ഗ്രോത്ത് മാസ്റ്ററിലൂടെ, NLP ബിസിനസ് ഗ്രോത്ത് മാസ്റ്ററിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് എടുത്തിട്ട് ഇപ്പോൾ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ചാറ്റ് ചെയ്യുക. ഓക്കെ, 5 മിനിറ്റ്സ് ആണ്, 5 മിനിറ്റ് ആണ് തരുന്നത്. ഓക്കെ, 5 മിനിറ്റ് ഞാൻ പറയും. റെഡി, സ്റ്റാർട്ട് വരുമ്പോൾ തുടങ്ങുമ്പോൾ ഞാൻ ക്ലോക്ക് നോക്കുന്നുണ്ട്. സ്റ്റാർട്ട് വരുമ്പോൾ തുടങ്ങേണ്ടുള്ളൂ. 5 മിനിറ്റോട് എന്തൊക്കെയാണോ നിങ്ങൾക്ക് അന്ന് മനസ്സിലാക്കി പഠിച്ച കാര്യങ്ങൾ, വിഷയങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ചറപ്പറ ടൈപ്പ് ചെയ്യാം. ചറപ്പറ ടൈപ്പ് ചെയ്യണം, ഓർമ്മയിൽ വരുന്നല്ലേ. 20 പോയിന്റിൽ അധികം ടൈപ്പ് ചെയ്ത ആളുകൾ, 20 പോയിന്റിലധികം ടൈപ്പ് ചെയ്ത ആളുകളിൽ നിന്ന് മിനിമം 20 ഉണ്ടായിരിക്കണം. 20-ന് മേലെ ആരാണോ ഏറ്റവും കൂടുതൽ ടൈപ്പ് ചെയ്തത് 5 മിനിറ്റിനുള്ളിൽ അവർ വിജയമായിട്ട് പ്രഖ്യാപിക്കുന്നതാണ്. They are the winners of the first task. ഫസ്റ്റ് ടാസ്കിന്റെ വിന്നേഴ്സ് ആണ് അവര്. ഓക്കെ, ടൈം ഞാൻ നോക്കുകയാണ്. 8:06 ഇരിക്കാണ്ട് ഇവിടെ. നിങ്ങളുടെ ടൈം നോക്കണ്ടേ? ഇവിടെ നോക്കുന്നുണ്ട്. ഓക്കെ, ആർ യു റെഡി? ആർ യു റെഡി ഓർ നോട്ട്? അന്ന് പഠിച്ചതല്ല, അത് കൂടുതൽ അന്നത്തെ ലേണിംഗ് കൂടുതൽ നിങ്ങളുടെ ന്യൂറോളജിയിലേക്കും നിങ്ങളുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് കയറ്റുന്നതിനുള്ള ഒരു ടെക്നിക്ക് കൂടിയാണ്. ലോങ് ടേം മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി ഒക്കെ പലയിടത്ത് കേട്ട് കാണും, പല ക്ലാസ്സിൽ കേട്ട് കാണും. ഓക്കെ, ആർ യു റെഡി? Thumbs up, come on, are you ready or not? Okay, very good, ready. Thank you, okay? Ready, start typing. Shukur sir, ശ്രദ്ധിക്കുക. ആരാണ് ഏറ്റവും കൂടുതൽ ടൈപ്പ് ചെയ്യുന്നത് നോട്ട് ചെയ്ത് നോക്കുക. But ready, start. 5 minutes. Okay, yes, contribution, very good, contribution. Okay, come on. ഓരോ പോയിന്റുകൾ പറ്റും, ഓരോ പോയിന്റുകൾ, every point. എന്തൊക്കെയാണോ take plus that which you want. Very good, come on. Everybody, memory ഇങ്ങനെ എടുക്കുക. 5 മിനിറ്റ് ഉണ്ട്. കമോൺ, 5 മിനിറ്റ്. യെസ് കമോൺ. ബ്ലസ് ദാറ്റ് കോൺട്രിബ്യൂഷൻ, ഡ്രീമേഴ്സ്, വെരി ഗുഡ്. ഇനി ചെറിയ പോയിന്റുകൾ കുഴപ്പമില്ല. ബ്ലസ് കോൺട്രിബ്യൂട്ടർ, യെസ്. എൻജോയ്മെന്റ്, കോൺട്രിബ്യൂഷൻ, മണി, സ്പിരിച്വൽ, വെരി ഗുഡ്. ഹാപ്പി, ഗ്രാറ്റിറ്റ്യൂഡ്, യെസ് കമോൺ. ഹാപ്പി മണി ക്രിയേറ്റർ, ഐ ആം, യെസ്, ബി എ കോൺട്രിബ്യൂട്ടർ. ഫസ്റ്റ് ഓഫ് ഓൾ ബാഡ് മണി, യെസ്. ഗുഡ് ടേക്ക്. Action taker, yes. Gratitude, enjoy, problem solver, yes. Come on, everybody, come on. Get action taker, contribution, yes. Contributors, yes. Dedication, yes. Problem taker, very good. Come on, everybody. ആരാണോ ഏറ്റവും കൂടുതൽ ടൈപ്പ് ചെയ്യുന്ന ഇവിടെ ചെക്ക് ചെയ്യുന്നു. ശേഷം ടൈപ്സ് ഓഫ് മണി, യെസ്, വെരി ഗുഡ്. നെവർ സെൽ യുവർ പ്രൊഡക്റ്റ്, ഓക്കെ, വെരി ഗുഡ്. ഐ ഷുഡ്, വെരി ഗുഡ്. സ്പിരിച്വൽ, യെസ്. Come on, കം ഫാസ്റ്റർ. എന്തൊക്കെയാണോ ഓർമ്മയെന്ന് വരുന്നത്, 5 മിനിറ്റ് സമയമുണ്ട്. എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഓർമ്മയുന്നത് അതെല്ലാം ടൈപ്പ് ചെയ്യാം. ആരാണ് ഞാൻ പറയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം, പിന്നെ ടൈപ്പ് ചെയ്യരുത്. കൃത്യമായിട്ട് നിയമങ്ങൾ പാലിക്കുക. യെസ്, നോ ചേസ് മണി, ഓക്കെ, വെരി ഗുഡ്. ക്രിട്ടിക്, വെരി ഗുഡ്. സ്പിരിച്വൽ, വെരി നൈസ്. ബ്ലൂ പ്രിന്റ് ഓഫ് ബിസിനസ്, ഓക്കെ. ടോണി റോബിൻസ്, ഓക്കെ, വെരി ഗുഡ്. എന്തൊക്കെയാണോ പറഞ്ഞത്? ടോണി റോബിൻസിന്റെ പേരല്ല, എന്താണ് ടോണി റോബിൻസ് പറഞ്ഞത്? ആ പോയിന്റുകളാണ്. നിങ്ങൾ മനസ്സിലാക്കിയ നിങ്ങളുടെ ടേക്ക് അവേസ്, നിങ്ങൾക്ക് വാല്യൂസ്, ഓക്കെ. നിങ്ങൾക്ക് അന്ന് പഠിച്ചതും മനസ്സിലാക്കിയതൊക്കെ കാര്യങ്ങളെല്ലാം ഹെൽപ്പിംഗ് മെന്റാലിറ്റി, യെസ്. മൈൻഡ്ഫുൾനെസ്, കൺവിക്ഷൻ, ബിലീഫ് സിസ്റ്റം, വെരി ഗുഡ്. എവരിബഡി പാർട്ടിസിപ്പേറ്റ്. 100% പാർട്ടിസിപ്പേഷൻ എന്നുള്ളത്, 100% പാർട്ടിസിപ്പേഷൻ. കമോൺ എവരിബഡി, കമോൺ. ഉന്നിൻ സാർ, വെരി ഗുഡ്. വരട്ടെ. യൂസുഫ് സാർ, കമോൺ, വെരി ഗുഡ്. ഉസ്മാൻകുട്ടി, ഫഹാദ്, കമോൺ എവരിബഡി. ബഷീർ ചെറുവാടി, ശംസുദ്ദീൻ സാർ, എല്ലാവരും വരട്ടെ. നിഷാദ്, എല്ലാവരും പങ്കെടുക്കാം. വെരി ഗുഡ്. വെരി നൈസ്. യെസ്. Again, you have the time. Almost 3 minutes അടുത്ത് ഇനിയുണ്ട്. 2.5 മിനിറ്റോളം ഇനിയുണ്ട്. പെട്ടെന്ന് ടൈപ്പ് ചെയ്യാം. കമോൺ, വെരി ഗുഡ്. വെരി നൈസ്. യെസ്. വെരി നൈസ്. വെരി ഗുഡ്. Purpose, good. Emotional world, mental world, success. Yes. Giving, yes. Support, affirmation, identity, virtual reality, yes. Very good. Money is bless others, spiritual world, fear, values. Come on. Last 2 minutes, only 2 minutes. Come on, come fast. Who is going to win the task? Come on, identity. Come on, always be happy, purpose, courage. Yes, money comes through back door NLP, identity, helping to others. Yes, identity. Yes. Very good.
identity. Very good, very good, very nice, very nice. Very love, belief, victimhood. Yes. Faster, 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 faster. Yes. Okay. നിങ്ങൾ തന്നെ ടൈപ്പ് ചെയ്യാം. ഞാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല. നിങ്ങൾ ടൈപ്പ് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സുസ്മ കുട്ടി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. 1.5 minutes, 1.5 minutes, 1.5 minutes. Yes. യെസ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചത് ആലോചിക്കുന്നുണ്ടാവും അല്ലെ? 2 ദിവസം കൊണ്ട് എത്ര കാലം കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. യെസ്, വെരി ഗുഡ്. ഇരെ വായിക്കുന്നില്ല. ഇരെ വായിച്ചാൽ എൻ്റെ നിന്ന് ആളുകൾ എഴുതിയെടുക്കും. എൻ്റെ ടൈം കഴിഞ്ഞു വരെ നിങ്ങൾ റിസർച്ച് ചെയ്യാം. കമോൺ, കമോൺ. 1 more minute, 1 last minute, last 1 minute. Come on, come fast. Yes, Abdul Aziz. Okay, very good. Nipras, Kareem, come on, come fast, come fast. Okay. സമയം തീരാൻ പോണേ. എന്നിരുന്നാൽ കൂടി ഫൈനലി ഒരു ടാസ്ക് ആണ്. അതുകൊണ്ട് തന്നെ 2 minutes ഗ്രേസ് ടൈം, എക്സ്ട്രാ 2 minutes. 5 minutes ആയി കഴിഞ്ഞു. ഒരു 2 minutes ഗ്രേസ് ടൈം, ഫൈനൽ 2 minutes ടാസ്ക് ആയതുകൊണ്ട്. ഓക്കെ. ജാസുൽ, ഓക്കെ, വെരി ഗുഡ്. സ്വാഗുട്ടി, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി നൈസ്. Yes, 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 yes. Nihala, okay. Fahad, okay. Everybody, participation, 100% participation. That's our policy, 100% participation. Yes, 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 yes. Yes, yes, yes. Muhammad Ali, okay, very good. Jasul, okay. Come on, come on. 1.5 minute. ഗ്രേസ് 2 മിനിറ്റില് 1.5 minute കൂടി ബാക്കിയുണ്ട്. കമോൺ, ഫാസ്റ്റർ, ഫാസ്റ്റർ, ഫാസ്റ്റർ. ഹു ഈസ് ഗോയിങ് ടു വിൻ ഇൻ ദിസ് ടാസ്ക്? ആരാണ് വിജയിക്കാൻ പോകുന്നത് നോക്കാം. ഓക്കെ, ഓക്കെ. ലാസ്റ്റ് 1 minute, final 1 minute, only 1 minute finally. Okay, okay, Nawaz, okay, okay, Nihana, Jasul, okay, very nice. Okay, good. Okay, 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 Samiti Ramonu, okay, come on, coming to the last point. Okay, come on, everybody. Okay, ഞാൻ അങ്ങോട്ട് നോക്കുന്ന സമയത്തിലേക്കാണ്, ക്ലോക്കിലേക്ക് നോക്കണം അങ്ങോട്ട്. ഓക്കെ, ready, 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 ready. Finish typing. No, now ആരും ടൈപ്പ് ചെയ്യാതിരിക്കുക. Finish. Stop typing. Stop typing. Finish. Now stop typing. Commitment ശ്രദ്ധിക്കുക. Are always accepting the rules and regulations. അല്ലേ? Stop it. Okay. ദിക ഷുക്കൂർ സാർ, അതുപോലെ തന്നെ സേല ആൻഡ് എവരിബഡി കംപ്ലീറ്റ് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം, കംപ്ലീറ്റ് അസസ് ചെയ്യാം, മാർക്ക് അസസ് ചെയ്യാൻ ആരാണെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് പ്രഖ്യാപിക്കാം. ഓക്കെ, അവരത് ചെയ്തോട്ടെ. അവരാണ് എക്സാമിനേഴ്സ്, അവരാണ് ടെസ്റ്റ് ചെയ്യുന്നവരാണ്, അവർ തീരുമാനിക്കുക ലാസ്റ്റ് ആരാ പിന്നെ ചെയ്തെന്നുള്ളത്. നമുക്ക് ലാസ്റ്റിലേക്ക് വരാം. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ ഈസ്, ആർക്കെങ്കിലും കഴിഞ്ഞ 2 ദിവസത്തെ ക്ലാസ്സിലൂടെ ഉണ്ടായ മാറ്റം അവരവരുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്തിട്ട് പിന്നീടുണ്ടായ റിസൾട്ട്, അത് മെന്റൽ ഷിഫ്റ്റ് ആയിരിക്കാം, ആക്ച്വലി ആക്ഷൻ എടുത്തിട്ട് അതിന്റെ റിസൾട്ട് വന്നതായിരിക്കാം, അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള
റിസൾട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് അവർക്കുള്ള ഒരു അവസരമാണ്. സനൽകുമാർ സാർ വരുന്നുണ്ടോ? ശ്രദ്ധിക്കുക, മാക്സിമം ആളുകൾ എന്ത് ചെയ്യുക, നമ്മള് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു വീഡിയോയിൽ തന്നെ വരാം. വീഡിയോ ആകുമ്പോൾ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുള്ളൂ. കാണുമ്പോഴാണ് എനിക്കും ആ ഫീലും ആ ഒരു എനർജി അറിയാലോ, എവറിങ് ഈസ് എനർജി നമ്മൾ മനസ്സിലാക്കിയതാണ് കോഴ്സിലൂടെ. എല്ലാം എനർജിയാണ്, കാണുമ്പോഴാണ് ആ ഒരു ഫീല് വരിക. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ തന്നെ ഫൈസൽ സാർ, വെരി ഗുഡ് വെരി ഗുഡ്. അങ്ങനെ തന്നെ. ആരാണോ വോയിസ് ലീഡർ? ഒരു ചാൻസ്, 2 മിനിറ്റ് മാക്സിമം 2 മിനിറ്റ് ഒരാൾക്ക് എന്താണ് ഷെയർ ചെയ്യാം. എന്താണ് നിങ്ങളുടെ ക്ലാസ്സിന് ശേഷം പിന്നീട് ഉണ്ടായ മാറ്റം, ക്ലാസ് കഴിഞ്ഞിട്ടുള്ള മാറ്റം ഷെയർ ചെയ്യാം. ഓക്കെ, സനൽകുമാർ, ആർ യു ടേക്കിംഗ് ദ ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നുണ്ടോ? വാട്ട് ആർ ദ റിസൾട്ട്സ് ദാറ്റ് ഹാപ്പൻ ഇൻ യുവർ ബിസിനസ് ഗ്രോത്ത് ഓർ ബിസിനസ് ലൈഫ് ആഫ്റ്റർ അവർ കോഴ്സ്? നമ്മുടെ ക്ലാസ്സിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്? ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. അതെ, എനിക്ക് ഭയങ്കര സ്പീഡായിരുന്നേ ബിസിനസ്സിലെ. ഓക്കെ, ക്ലാസ്സിന് ശേഷമുള്ള റിപ്പോർട്ട് അല്ലേ, റിസൾട്ട് അല്ല, ക്ലാസ്സിന് മുമ്പുള്ള. ക്ലാസ്സിന് മുമ്പിന് എനിക്ക് കൂടുതൽ സ്പീഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു എന്താണ് ചെയ്യേണ്ടെന്നൊരു വ്യക്തത നമുക്ക് ഈ ക്ലാസ്സിന് ശേഷം കുറച്ചുകൂടെ ഒന്ന് കിട്ടി. കാര്യം ഞാൻ സാറ് നേരത്തെ നമ്മൾ സൂചിപ്പിക്കുന്ന പോലെ പല വലിയ ബിസിനസ് കോച്ചുകളുടെ അടുത്തും ലക്ഷങ്ങളും ചിലവാക്കിയും പോയിട്ടുണ്ട്. പക്ഷെ അതിനെക്കാട്ടി വലിയ മാറ്റം ചില കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ തറവായി കാര്യങ്ങൾ മനസ്സിലാകുന്നു. ഇന്നർ മൈൻഡിലേക്ക്, ഇന്നർ ഡെപ്തിലേക്ക്, ഇമോഷനിലേക്ക് കാര്യം ചെന്നെത്തുന്ന രീതിയിലേക്ക്. അതിനൊരു ഉദാഹരണമാണ് സാർ ഇപ്പൊ നമ്മളെ ട്രയാങ്കിള് വരച്ച പർപ്പസ്. ആ പർപ്പസില് എനിക്ക് കാര്യം മനസ്സിലായത്, ഞാൻ എന്റെ വിഷൻ സാറുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പർപ്പസ് നേരത്തെ ഓൾറെഡി ഞാൻ സയന്റിഫിക് ആയിട്ട് എല്ലാം ചെയ്തതാണ്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലാക്കിയത്, അതായത് സാർ ആ ക്ലാസ് പറഞ്ഞതാണ്, ഭാഗ്യവാന്മാർ, ഭൂമിയിലെ ഭാഗ്യവാന്മാർ ആരെന്ന് നബി തിരുമേനി അത് പറഞ്ഞിട്ടുള്ളതിനെ കുറിച്ച് സാറ് 3 കാര്യങ്ങള് നമ്മുടെ ഉസ്താദിന്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പൊ അത് ഞാൻ എന്നിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അതിനകത്ത് 3 കാര്യങ്ങൾ പറഞ്ഞത്. ഞാൻ ഇപ്പൊ സമയം ഒരുപാട് ആവുന്നുണ്ടോ? ഷോർട്ടായിട്ട് പറയാം. ശരി ശരി. ഏറ്റവും നല്ല വാഹനം ലഭിക്കുന്ന ആള് ഭാഗ്യവാനാണ്. ഏറ്റവും വലിയ 3 കാര്യങ്ങള് കിട്ടുന്ന മുഹമ്മദ് നബി പറഞ്ഞു. ഏറ്റവും നല്ല വീട് ലഭിക്കുന്ന ആള്, ഏറ്റവും നല്ല സ്നേഹനിധിയായി ഒരു ഭാര്യയെ ലഭിക്കുന്ന ആള്. ഇങ്ങനെ 3 പേരെയാണ് സാർ പറഞ്ഞത്. ക്ലാസ് കഴിഞ്ഞ് ഞാൻ പോയി കഴിഞ്ഞപ്പോ കുറെ സമയം ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നതാണ്, സാർ ചെയ്യുന്ന തെറാപ്പി, ഇപ്പൊ പഠിപ്പിച്ച തെറാപ്പി ചെയ്യുന്ന. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്റെ പർപ്പസ് എന്താണ്, ലൈഫ് പർപ്പസ്. ഭൂമിയിലെ നല്ല വീട് ലഭിക്കാൻ ഭാഗ്യവാന്മാരായുള്ളവരെ സഹായിക്കുകയാണ് എന്റെ. പർപ്പസ് ശരിക്ക് സയന്റിഫിക്കലി നമ്മൾ എഴുതാറുണ്ട്. സാറ് ഇപ്പൊ ഞാൻ മണി പറയുന്നില്ല, വളരെ വലിയ തുക കൊടുത്തിട്ടാണ് ഞാൻ ആ വിഷനൊക്കെ ഉണ്ടാക്കിയതും. ഈ എന്റെ പർപ്പസും വൈയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ വൈ എന്ന് യഥാർത്ഥ അതിന്റെ ഇന്നർ ലെവലിലെ വൈ, ഭൂമിയിൽ എനിക്ക് എന്തിനാണ് ദൈവം ഇങ്ങനെ ഒരു അവസരം തന്നത്? ഇതിനകത്തിരിക്കുന്ന ഭൂമിയിലുള്ള ഭാഗ്യവന്മാർക്ക് നല്ല ഭാഗ്യം കിട്ടുന്ന ഭവനങ്ങൾ നിർമ്മിക്കാനും എക്സൈറ്റ് ചെയ്യിപ്പിക്കാനുമാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നതെന്ന് തിരിച്ചറിഞ്ഞൊരു ദിവസമായിരുന്നു ആ ക്ലാസ്. കൂടുതൽ ഭാഗ്യവാന്മാരെ ഉണ്ടാക്കിയെടുക്കുക അല്ലെ, ഭൂമിയിൽ കൂടുതൽ ഭാഗ്യവന്മാരെ ഉണ്ടാക്കിയെടുക്കാനുള്ള അവസരം. അപ്പൊ ആ ലൈഫ് പർപ്പസ് കൃത്യമായ ഒരു ഇമോഷണൽ ലെവലിലേക്ക് സാറ് ആ ക്ലാസ് എനിക്ക് കൊണ്ടുവന്നു. അതൊരു ബില്യന്. ഞാൻ എന്റെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ഞാനത് സംസാരിച്ചു, വളരെ വിശാലമായി. അപ്പൊ സാറിന്റെ അടുത്ത ക്ലാസ് എപ്പോഴാണെന്നാണ് അവർ എന്നോട് ചോദിക്കുന്നത്. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു, സെയിം ടു യു. നെക്സ്റ്റ് ഒരാൾ കൂടി കൈ പൊക്കിയിരുന്ന ആരാണ്? കൂടി കഴിഞ്ഞിട്ട് നമുക്ക്
എന്റെ വിഷയത്തിലേക്ക് വരാം. ഒരാളും കൂടി നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഉപകരിക്കും, എനിക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആക്ഷൻ ടേക്ക് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കുറെ സ്വപ്നങ്ങൾ ഉണ്ടാക്കുക, എഴുതി വെക്കുക എന്നുള്ളതല്ല. ആക്ഷൻ ടേക്കേഴ്സ് ആർ വാഷ് മണി മേക്കേഴ്സ്. അവരാണ് മണി മേക്കേഴ്സ്. അല്ലെങ്കിൽ വരുന്നുണ്ട് അതിന്റെ മറ്റുള്ള വശങ്ങളിലേക്കൊക്കെ. ഓക്കെ, ആരാണ് അടുത്തത്? 3 പാർട്ടിസിപ്പൻസ് റേസ് ചെയ്തിട്ട് രണ്ടാമത് കൈവക്കിയത് ആരാണോ അവർക്ക് ചാൻസ് കൊടുക്കുക. ജെസ്സി സെക്കൻഡ് ആരാണ് നേരത്തെ കൈവക്കിയത് അവർക്ക് കൊടുക്കുക ചാൻസ്. ജാസറാണ് സാർ. ക്ലിയർ അല്ലേ? ഓഡിയോ ക്ലിയർ അല്ലേ? അവിടെ ക്ലിയർ ആണ്, ക്ലിയർ ആണ്. എനിക്ക് പറയാനുള്ള ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് സാറിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ക്ലിയർ ആണ്, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്. ഓക്കെ, സാറിന്റെ ക്ലാസ് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം മുതൽ നമ്മൾ രാവിലെ എണീച്ച് പുറത്തേക്ക് ഇറങ്ങിയില്ലേ? ഓക്കെ. അപ്പൊ പുറത്തേക്ക് ഇറങ്ങിയ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മള് റോഡിന്റെ പണിയെടുക്കുന്ന ആളെ കാണുന്നുണ്ടാവും, പിന്നെ അതേപോലെ ഓട്ടോ ഡ്രൈവേഴ്സിനെ കാണുന്നുണ്ടാവും, പിന്നെ അതുപോലെ ഓരോ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത് കാണുന്നുണ്ടാവും. ഈ ഓരോ സംഭവം കാണുമ്പോഴും അവര് ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ ഭയങ്കരമായിട്ട് ഉള്ളിന്ന് വരും. അപ്പോ അതുണ്ടാവുമ്പോ അവരോട് ഫീൽ ചെയ്യുന്ന ഒരു റെസ്പെക്ട് ഉണ്ടല്ലോ. അപ്പോ ഓരോരോ ആൾക്കാരെ കാണുന്തോറും അവരോട് റെസ്പെക്ട് ഫീൽ ചെയ്യുന്നതോടൊപ്പം നമ്മളുടെ ഉള്ളിൽ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി, അവരോട് ദിവസം മൊത്തം ഒരു റെസ്പെക്ട്ഫുൾനെസ് എന്നുള്ള ഒരു ഫീലിംഗിലേക്ക് എത്താൻ വേണ്ടി പറ്റും. വെരി ഗുഡ്. ലാസ്റ്റ് ഫൈസൽ ബാംഗ്ലൂർ ഹാൻഡ് റൈസ് ചെയ്താണോ? അത് അറിയണ്ടായി പോയതല്ലോ ഫൈസൽ സാർ. ഓക്കെ. Good evening, everyone. Good evening. ബാംഗ്ലൂരാണ് ഇപ്പോൾ ഉള്ളത്. ബാംഗ്ലൂരാണ് ഇപ്പോൾ. അറിയാൻ ബാംഗ്ലൂർ now? ബാംഗ്ലൂരാ, വീട്ടിലാണ്. സോ പറയാനുള്ളത്, ഞങ്ങൾ 2 തെറപ്പി ചെയ്തിരുന്നു, കറേജ് ആൻഡ് കോൺഫിഡൻസ്. സോ മെയിനായിട്ട് അതിന്റെ ഇതാണ് ഷെയർ ചെയ്യാനുള്ളത്. സോ അതിനുശേഷം ഫസ്റ്റ് പർപ്പസ് ക്ലിയർ ആയി. അത് കാരണം പ്ലസ് അഡീഷണലി കറേജ് ആൻഡ് കോൺഫിഡൻസ് വന്നത് കാരണം ഐ ടുക്ക് ലോട്ട് ഓഫ് ആക്ഷൻസ്. പറയാൻ പറ്റില്ല. സോ ആ ആക്ഷന്റെ ഇതിലായിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഈ സെഷൻ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഒരു സീനിയർ ഒരു പേഴ്സണെ സംസാരിക്കണമെങ്കിൽ ഒരു ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു മുമ്പ്. അപ്പൊ ഇതിന് ശേഷം കറേജും കോൺഫിഡൻസ് ഉള്ളത് കാരണം ഞാൻ പലരോടും സംസാരിച്ചു, എന്റെ പർപ്പസിനെ പറ്റിയും സംസാരിച്ചു. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ സനൽകുമാർ സാറോടും സംസാരിച്ചിരുന്നു, കണ്ടിരുന്നു. നെക്സ്റ്റ് ഡേ സാറിനോടും ഞാൻ സംസാരിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഒരു കമ്പനിയുടെ സിഇഒന്റെ കൂടിയും സംസാരിച്ചു. ഇതെല്ലാം എന്റെ പർപ്പസിന് കണക്ട് ആയിട്ടാണ് വരുന്നത്. സോ ഇതെല്ലാം ആ കോൺഫിഡൻസും കറേജും വന്നത് കാരണം, പർപ്പസ് ക്ലിയർ ആയത് കാരണമാണ്. അതർവൈസ് ഐ വുഡ് ഹാവ് നോട്ട് ഡൺ ഇറ്റ്. ഫിനിഷ്. താങ്ക് യു. ലാസ്റ്റ് ഒരാൾ കൂടി, ഒരു ചാൻസ് കൂടി. മറ്റാള് ആരാണ്? നിബ്രാസാന്ന് കൊണ്ട് കൈവക്കിയാണ് അല്ലേ? ഹലോ, ഹായ്, ഗുഡ് ഈവനിങ് എവരിബഡി. ഗുഡ്. ഞാൻ ആക്ച്വലി എനിക്ക് കുറെ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ അന്ന് വന്നപ്പോ ശരിക്കും പറഞ്ഞാൽ മെന്റലി ഭയങ്കര സ്റ്റാഗ്നന്റ് ആയിരുന്നു. ബിസിനസ് ഒക്കെ ഭയങ്കര ഡള്ളായിട്ട് എന്തിനി മുന്നോട്ട് ചെയ്യണോന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ ആ തെറാപ്പീസ് ഒക്കെ ശരിക്കും ഭയങ്കരമായിട്ട് എന്നെ ഭയങ്കര ഇമ്പാക്ട് ചെയ്ത്. നമ്മൾ ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയി. തിരിച്ചു വന്നപ്പോ എനിക്ക് കിട്ടിയ ഒരു ഫീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് തിരിച്ചു വന്നപ്പോ അല്ല, തിരിച്ചു വന്ന് ഇന്ന് ഈ നിമിഷം വരെ കിട്ടിയ ഒരു ഫീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ ലൈഫിലോട്ട് വളരെ പോസിറ്റീവായുള്ള ആൾക്കാര് വീണ്ടും വന്നുകൊണ്ടിരിക്കുക. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു വിഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വിഷനിലോട്ട് അട്രാക്റ്റഡ് ആയിട്ട് നമ്മളിലോട്ട് നല്ല ക്വാളിറ്റി ആൾക്കാരെ അട്രാക്ട് ചെയ്ത് വരാൻ തുടങ്ങി. എനിക്കിപ്പോ എന്റെ പഴയ അത്രയും പെർഫോമിംഗ് അല്ലാത്ത സ്റ്റാഫ് വലിയ കാര്യമായിട്ട് മറ്റും നിൽക്കാതെ പുതിയ ക്വാളിറ്റി സ്റ്റാഫ് വരാൻ തുടങ്ങി. അതുകൂടാതെ എന്റെ ബിസിനസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പുതിയ ഇന്നോവേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇന്നോവേറ്റീവ് രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്ത് ഇപ്പൊ ഓൾമോസ്റ്റ് എനിക്കിപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സീരിയസ്ലി പറയുകയാണെങ്കിൽ ഒരു 4x എന്റെ സെയിൽസിൽ തന്നെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ അത് അപ്പൊ അത് കാരണം മാത്രമല്ല, നമ്മളിപ്പോ ഒരു പുതിയൊരു കുറച്ച് സ്കെയിലബിലിറ്റി മോഡലോട്ടാണ് ഞാൻ ചെയ്യണത്. ശരിക്കും എന്റെ റെസ്റ്റോറന്റ് ബ്രാൻഡ് നെയിം ഷോമ ഡാഡി എന്നാണ്.
അപ്പൊ നമ്മൾ ബേസിക്കലി ഈ കഴിഞ്ഞ ഒരു മാസം ഒരു 4 months ഭയങ്കര സ്ലഗിഷ് ആയിരുന്നു സെയിൽ. റംസാനായിട്ടും വിഷു ഈസ്റ്റർ ഒക്കെ ആയിട്ട് സ്ലഗിഷ് ആയിരുന്നു. റംസാൻ കഴിഞ്ഞപ്പോ ഈദായപ്പോ മറ്റേ കുഴപ്പമില്ലാതെ പിക്കപ്പ് ചെയ്ത് വന്നപ്പോഴാണ് മറ്റേ ആ ഒരു ഷവർമയുടെ ഇൻസിഡന്റ് ഉണ്ടായത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഭയങ്കര ഒരു ഫിയർ ഫാക്ടർ ഉണ്ടായി ആൾക്കാരില്. അപ്പൊ അത് കാരണം നമ്മുടെ സെയില് 1/3 ആയിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് സെയില് 1/3 ആയി, ലോസസ് ഡെയിലി ബേസിസിൽ പൈലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമുക്ക് അത്യാവശ്യം ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ എല്ലാ ഔട്ട്ലെറ്റ്സിലും അത്യാവശ്യം വലിയ ഔട്ട്ലെറ്റ്സ് ആണ്. അപ്പൊ ഫിക്സഡ് കോസ്റ്റ് അത്യാവശ്യം വരും. റെന്റൽസ് കൊച്ചിയിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ പ്രൈം ലൊക്കേഷൻസിലായത് കാരണം തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്യണോന്ന് മറ്റേ ഭയങ്കര ഒരു സ്റ്റാഗ്നന്റ് ആയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ വന്ന് ശരിക്കും ആ മൈൻഡ് ഫ്ലോന്ന് പ്രോപ്പറായി ആ തെറാപ്പീസ് ഒക്കെ ചെയ്തപ്പോ തിരിച്ചു വന്നപ്പോ ഭയങ്കര റെജുവിനേറ്റഡ് ഫീൽ ആയിരുന്നു. ഞാൻ പല രീതിയിലും മറ്റേ എനിക്ക് പോസിറ്റീവ്ലി തിങ്ക് ചെയ്യാൻ പറ്റി. പല സംഭവങ്ങളും ഞാൻ ആക്ഷൻ എടുത്ത്, ഞാൻ അത് ചെയ്യണോ വേണ്ടേന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കായിരുന്നു. പക്ഷെ ഞാൻ അത് ആക്ഷൻ എടുത്ത്, ആ ആക്ഷൻ എടുത്തപ്പോഴാണ് നമുക്ക് അതിന്റെ റിസൾട്ട് വരാൻ തുടങ്ങിയത്. ഞാൻ ടോട്ടലി എന്റെ സ്ട്രാറ്റജി തന്നെ മൊത്തത്തിൽ മാറ്റി. അപ്പൊ സ്ട്രാറ്റജി മൊത്തത്തിൽ മാറ്റിയപ്പോ തന്നെ നമുക്ക് ഓഫ്ലൈൻ സെയിൽസ് തന്നെ നമ്മൾ പുതിയ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടായിരുന്നു. പുതിയ വീഡിയോസ് ഇട്ട് അത് ഓൾമോസ്റ്റ് ഒരു ഇപ്പൊ ഒരു 5 lakhs-ഓളം വ്യൂസ് റീച്ച് പോയി. അത് ഭയങ്കര ഒരു ബസ് വീണ്ടും ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റിൽ. നൗ ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് സ്റ്റാർട്ട്. And inshallah we are planning for a big thing, and I'm really confident and courageous right now. Okay, very nice. Okay, big applause. Wow, very nice, very nice, very nice. Everybody participate in applause. Thank you very much. Okay, all the best. Most welcome. Okay. അല്ല, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഓർക്കുന്നില്ല ഓണ്ടർപ്രണേഴ്സ് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണത്? You don't attract what you desire. You attract what you are. നിങ്ങൾ എന്താണോ ആയി മാറിയത് അതാണ് അട്രാക്ഷൻ നടക്കുന്നത്. അവിടെയാണ് ലൈഫ് അട്രാക്ഷൻ. നമ്മൾ കുറെ സിസ്റ്റമും പ്ലാനുകളും അല്ലെ. സ്റ്റാർട്ടിങ് തന്നെ നമ്മളെ സ്റ്റാഫ് വിളിച്ചപ്പോ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുള്ളൂ. 80-20 പ്രിൻസിപ്പിൾ പറഞ്ഞു കൊടുക്കുന്നില്ലേ? 80-20. 80% എന്താണ്? മൈൻഡ് സെറ്റ് ആണ്. 20% ആണ് എന്ത് വരുന്നത്? നമ്മുടെ പ്ലാനിങ്ങും അതുപോലെ സിസ്റ്റം, പ്രോസസ്. ഈ സിസ്റ്റം പ്രോസസ് ഒക്കെ ആദ്യം നെബ്രാസിൽ ഉണ്ടായിട്ടില്ലേ? ഒരു വിധമൊക്കെ സിസ്റ്റം പ്രോസസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? ഇല്ലേ? ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? യെസ്, ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് ഇത് ചെയ്യാനുള്ള മെന്റൽ കപ്പാസിറ്റി? അത് 80% പേര് ഇതൊക്കെ അപ്ലൈ ചെയ്യണം. സിസ്റ്റം പ്രോസസ്സും കാര്യങ്ങളും ഇതെല്ലാം കൃത്യമായിട്ട് ഡിസിപ്ലിനോട് കൂടി ടൈം ബൗണ്ട് ആയിട്ട് അപ്ലൈ ചെയ്യണം. എന്ത് വേണം? 80% സക്സസ് കൊടുക്കണം. ഇവിടെയാണ് കിടക്കുന്നത്. അതാണ് യു ഡോണ്ട് അട്രാക്ട് വാട്ട് യു ഡിസയർ. നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, ഒരു സ്വപ്നം കാണുന്നത് മാത്രമല്ല, മനസ്സ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് എന്താണ്? നമ്മൾ അതായി മാറുക. ഓർക്കുന്നില്ല ആ പോയിന്റ് പറഞ്ഞത്? ഓക്കെ. ആൻഡ് ആരാണ് പിന്നെ അടുത്ത കൈ വെക്കിയത്? ആരാണ് അടുത്ത നെക്സ്റ്റ് വൺ? ഒരാൾ കൂടി ചാൻസ് കൊടുക്കാം. ഓക്കെ. ഞാൻ ഈ കോഴ്സിൽ വന്നതിന് ശേഷം എനിക്ക് എന്നെ തിരിച്ചറിയാനാണ് കഴിഞ്ഞത്. എന്റെ പാഷൻ എന്താണെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ ആക്ച്വലി ഒരു ബിസിനസ്മാൻ ആണ്. ഐസ്ക്രീമിന്റെ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്. കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഞാൻ പുറത്ത് ചെയ്തു കൊടുത്തിട്ടില്ല. എനിക്ക് വേണ്ടി ഞാൻ തന്നെ വീടുണ്ടാക്കുന്നത് 12 വർഷമായിട്ട് വീടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ 12 വർഷമായി വീടുണ്ടാക്കി എന്റെ ഡ്രീമാണ്. ഒരു വീടാണോ അതോ കൂടുതൽ വീടാണോ? രണ്ട് വീട് എനിക്ക് വേണ്ടി തന്നെ ആദ്യം ഒരു വീട് ചെയ്തു. പിന്നെ ഒരു സാഹചര്യം വന്നപ്പോ രണ്ടാമതൊരു വീട് ചെയ്യേണ്ടി വന്നു. അപ്പോ അതിൽ തന്നെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാല് അതായത് എനിക്ക് ബിസിനസ്സിനേക്കാളൊക്കെ താല്പര്യം രാവിലെ വർക്ക് നടക്കുന്നതിൽ പോവുക, ഞാൻ അത് എൻജോയ് ചെയ്യുക. ഓരോന്നും ഞാൻ അങ്ങനെ ആസ്വദിച്ചാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പോലും തിരിച്ചറിഞ്ഞിരുന്നില്ല. അപ്പോ വീട്ടിന്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാല് വൈഫിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിലേക്ക് പെട്ടെന്ന് കയറിക്കൂടാനുള്ള ഒരു ഇത് എന്നോട് ഇങ്ങനെ പറയും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വരുന്നില്ല. കാരണം എന്താ പറഞ്ഞാൽ ഞാൻ അതിങ്ങനെ ഡീപ്പറിൽ നോക്കിയപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഓരോ ദിവസവും ഞാൻ സത്യത്തിൽ അത് എൻജോയ് ചെയ്യായിരുന്നു എന്ന് പോലും തിരിച്ചറിഞ്ഞത് ഈ ഒരു ക്ലാസ്സിലൂടെ. കൺസ്ട്രക്ഷൻ എൻജോയ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. കാരണം ഞാൻ ഓൾറെഡി അവിടെ താമസിച്ചു കഴിഞ്ഞു. ഓരോ ദിവസവും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഓരോ ഗ്രോത്തും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് കിട്ടിയപ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് എനിക്ക് കിട്ടിക്കഴിഞ്ഞത്. അപ്പോ എന്റെ പാഷനും ഇതാണ്, എന്റെ മേഖലയും ഇതാണ് എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള
കറക്റ്റ്? കറക്റ്റ്. 2 ദിവസത്തെ കോഴ്സിലൂടെയാണ് ഞാനത് തിരിച്ചറിയുന്നത്. ശരിക്കും എന്റെ യഥാർത്ഥ പാഷൻ ഇതാണ് എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞ ഇതിലൂടെയാണ് ഞാൻ. ഓക്കെ, മനസ്സിലാക്കുക. ഇതായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനുള്ള ഇതാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. പാഷൻ, അവനവന്റെ പാഷൻ തിരിച്ചറിയുക എന്നുള്ളത് ഗ്രേറ്റ് തിങ് ആണ്. ലൈഫിലെ തന്നെ ഒരു വലിയൊരു കാര്യമാണ്. കാരണം പാഷൻ പ്രൊഫഷനായി മാറിയിട്ട് ആ പ്രൊഫഷനാണ് എന്തായി മാറേണ്ടത്? മില്യണായിട്ട് വരുന്നത്. അല്ല, പ്രൊഫഷൻ ആക്ച്വലി പറയുമ്പോൾ ഇങ്ങനെയാണ്, പാഷൻ പ്രൊഫഷനായിട്ട് മാറുന്നു, പ്രൊഫഷൻ ഒരു മിഷനായിട്ട് മാറും. അതൊരു ദൗത്യമാണ്. നമ്മൾ ഓർമ്മയില്ല, കോൺട്രിബ്യൂഷൻ ഒരു ദൗത്യമാണ്, ബിഗർ ഗോൾ. ദൗത്യം ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ ബിഗർ ഗോൾ ആയിട്ട് മാറും, ദൗത്യം, മിഷൻ. ആൻഡ് ദാറ്റ് മിഷൻ വിൽ ബ്രിങ് മില്യൺസ് ടു യുവർ അക്കൗണ്ട്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മിഷനാണ്. കാരണം പൈസയെ കുറിച്ച് പറയുമ്പോൾ, മണിയെ കുറിച്ച് പറയുമ്പോൾ, വെൽത്തിനെ കുറിച്ച് പറയുമ്പോൾ വിദഗ്ധരൊക്കെ പറയുന്ന, സൈക്കോളജികൾ പറയുന്നൊരു വാക്യതാണ്, മണി ലവ്സ് മിഷൻ എന്നാണ്. മണിക്ക് മിഷനെ ഭയങ്കര ഇഷ്ടമാണ്. ശരി, അപ്പൊ മിഷനിലേക്ക് വരുമ്പോൾ എന്താണ് ആദ്യം എന്ന് പറഞ്ഞത്? ഫസ്റ്റ് പാഷനാണ്, പാഷൻ ബിക്കംസ് പ്രൊഫഷനായി മാറാണ്, ആ പ്രൊഫഷൻ ഒരു മിഷൻ ആവാണ്, ആ മിഷനാണ് എന്ത് വരുന്നത്? മില്യണർ മൈൻഡ് സെറ്റ് എന്ന് കേട്ടില്ലേ? ഇപ്പൊ പറയുമ്പോൾ ബില്യണർ മൈൻഡ് സെറ്റ്, $1 billion നോളജ് ആണ്. അപ്പൊ അത് ആ ലെവലിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, വെരി ഗുഡ്. ആൻഡ് ഇവിടെ ഒരാൾ കൂടി, മുഹമ്മദ് ഷാജാൻ സാർ, അൺമ്യൂട്ട് ചെയ്യാം. മുഹമ്മദ് ഷാജാൻ അൺമ്യൂട്ട് ചെയ്യാം. സാറേ കേൾക്കുന്നുണ്ടോ? ഷാജാൻ സാറാണോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ, എനിക്ക് പറയാനുള്ളത്, ക്ലാസ്സിന് ശേഷം ഒരുപാട് മാറ്റം എനിക്ക് ഫീൽ ചെയ്തത് ദേഷ്യം പിടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതായത് പെട്ടെന്ന് കൂടുതൽ അഡ്രിനാലിന് ഉത്പാദിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് തോന്നുന്നത്. അതൊക്കെ മാറിയിട്ട് സെറാട്ടോണിൻ ആയി തുടങ്ങിയിട്ടുണ്ട്. അഡ്രിനാലിൻ സെറാട്ടോണിനായിട്ട് മാറിയിട്ട് ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കണോ വേണ്ട? കമോൺ എവരിബഡി, കമോൺ, ബിഗ് ക്ലാപ്പ് കൊടുക്കണം. യെസ്, ബിഗ് ക്ലാപ്പ്. കാരണം എന്താ അറിയോ, ജീവിതത്തിൽ നേടാൻ പറ്റുന്ന വലിയ നേട്ടാണിത്. പൈസയേക്കാൾ ബിയോണ്ട് മണിയാണത്, അല്ലെ? അഡ്രിനാലിനെ മാറിയിട്ട് സെറാട്ടോണിനായി മാറി മണി മേക്കിങ്ങിലൂടെ എന്ന് പറയുമ്പോൾ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. ഓക്കെ, കമോൺ. പിന്നെ കസ്റ്റമേഴ്സിനോടൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെടാത്തൊരു ഫീലിംഗ് വന്നു കഴിഞ്ഞാല് ഉരുളക്കുപ്പേരി എന്നുള്ള കോലത്തില് മറുപടി കൊടുത്തിരുന്ന ആളാണ്. അപ്പൊ അത് നിർത്തി. നിർത്തിയതാണോ നിന്നതാണോ? അത് നിർത്തി എന്ന് പറയുന്നത് തന്നെയാണ് എന്റെ ഇപ്പത്തെ സ്റ്റേറ്റില് നിർത്തിയത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓട്ടോമാറ്റിക്കലി നിന്നതാണോ അതല്ലോ നിങ്ങൾ ബോധപൂർവ്വം നിർത്തിയതാണോ? എന്ത് സംഭവിച്ചവിടെ? അതന്നെ, ഇത് അഡ്രിനാലിൻ ഉത്പാദിപ്പിച്ചിട്ട് എനിക്ക് യാതൊരു കാര്യമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇനി അവരായിട്ട് ഫൈറ്റ് ചെയ്ത് നിന്നിട്ട് കാര്യമില്ല. അപ്പൊ ഒരു കോൺട്രിബ്യൂട്ടർ എന്നുള്ള നിലക്ക് നിന്നെങ്കിൽ മാത്രമേ ഹാപ്പി മണി വരുള്ളൂ. അൽഹംദുലില്ലാ ഹാപ്പി മണി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റേത് ഒരു കസ്റ്റമറുടെ അടുത്തുനിന്ന് എങ്ങനെ മാക്സിമം പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു മൈൻഡിലുണ്ടായിരുന്നത്. അപ്പൊ കസ്റ്റമർ ചിലപ്പം ഒരു നമുക്ക് ക്യാഷ് തരുമ്പോ തന്നെ അവരെന്തായാലും 10 രൂപ കുറച്ച് പിടിക്കാതെ നോക്കുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ മുഴുവൻ ഇങ്ങോട്ട് വാങ്ങിയെടുക്കാൻ പറ്റുമെന്നാണ് നോക്കിയിരുന്നത്. അപ്പൊ അത് ഹാപ്പി ആവുന്ന രീതിയിൽ കസ്റ്റമർ ഇറങ്ങി പോവുള്ളൂ. കൊണ്ടുപോകാനും വേണ്ട, കസ്റ്റമർ ഹാപ്പി ആയിട്ട് പോവുള്ളൂ. കിട്ടുന്നത് ഹാപ്പി മണിയാണ്. അങ്ങനെ ഒരു മാറ്റം. അതുപോലെ തന്നെ വീട്ടിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം പിടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനിയും മാറ്റങ്ങൾ സാറെ കൂടെ തന്നെ ഈ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്തിട്ട് ഇനിയും മാറ്റങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് സാറിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ ഈ ബിസിനസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പുതിയ പരിചയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. സനൽ സാറ്, അതുപോലെ പേര് എല്ലായിടത്തും ഒന്നും വ്യക്തമായിട്ട് ഓർക്കണില്ല. സനൽ സാറ് എന്തായാലും വന്നവരാരും മറന്നിട്ടുണ്ടാവില്ല. നമ്മളെ കൊണ്ടുവരുള്ള പിന്നെ അതാണ് എന്റെ എക്സ്പീരിയൻസ് പറയാനുള്ളത്. ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ. ഈ രീതിയിൽ കസ്റ്റമറോട് കൂടുതലായിട്ട് മുമ്പത്തേതിൽ വ്യത്യസ്തമായിട്ട് വളരെ പോസിറ്റീവായിട്ട് പെരുമാറിയിട്ട് ഒരു പുതിയ പാരാഡിം വന്നല്ലോ കോൺട്രിബ്യൂഷൻ, ആ ലെവലിൽ വരുമ്പോൾ സെയിൽസ് കൂടാതെ ചെയ്തത് പോലെയാണ് ചെയ്തത്. അത് സംഭവിച്ചു. വാട്ട് ഹാപ്പൻഡ്?
സെയിൽസ് കൂടുക തന്നെ ചെയ്തിട്ടുള്ളത്. മറ്റേതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സ്വഭാവം കണ്ടിട്ട് ചില കസ്റ്റമേഴ്സ് ആദ്യമൊക്കെ ഇറങ്ങിപ്പോയിരുന്നു. ഇപ്പോ അങ്ങനെ കസ്റ്റമർ നമ്മളെടുത്തുനിന്ന് എന്ത് ചെയ്യുന്നില്ല, തെറ്റിയിട്ട് ഇറങ്ങി പോകുന്നൊരു പ്രവണത ഇല്ല. എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആ ബിസിനസ് ക്ലോസ് ചെയ്തിട്ട് തന്നെ ഞാൻ വിടുള്ളൂ. എടുക്കാൻ വന്നാലാണെന്നുണ്ടെങ്കിൽ എടുത്തിട്ടേ പോവുള്ളൂ. നോക്കാൻ വന്നാലും നോക്കിയിട്ട് പിന്നീട് വരുന്നുണ്ട്. എന്തായാലും കസ്റ്റമർ നമ്മളെ അടുത്തുനിന്ന് തരാൻ പറഞ്ഞ് പിരിയുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് പോവാറുള്ളൂ. ഹാപ്പി മണി വന്നു, ഹാപ്പി മൂഡ് serotonin and also more money, more happiness, more customers. Wow, more customers ഡെവലപ്പ് ആയി വരുന്നുണ്ട്. ഇനിയും ഇത് തുടർന്നു കഴിഞ്ഞാൽ ഇതിലേറെ ഡെവലപ്മെന്റ് ആവും. നമ്മള് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആകെ 2 ക്ലാസ്, ഒറ്റ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഒരുപാട് വരാണ്. മഹാ ഏഷ്യനാണ് ഇത്. എ ന്യൂ വേ ഓഫ് ന്യൂ ഏജ് ബിസിനസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ റിയൽ ന്യൂ ഏജ് ബിസിനസ്, സ്റ്റിക്കിംഗ് ഇൻ സ്പിരിച്വൽ റൂട്ട്സ്. Are you with me, Sanal Kumar sir? Sticking in the spiritual roots നിന്നുകൊണ്ടുള്ള ന്യൂ ഏജ് ബിസിനസ് ആണ്. ആ ട്രഡീഷണൽ അവരൊക്കെ പോയി കഴിഞ്ഞു. ഓക്കെ, ഇനി അവസാനമായിട്ട് ഒരു ചാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാൻസ് തരാണ്. ഞാൻ നിർത്തി. ആരെങ്കിലും പറയാണ്ടെങ്കിൽ പറയാം. ഇത് നമുക്ക് വിഷയത്തിലേക്ക് പതിയെ ചാടി കിടക്കാം. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആളുകളുടെ ഷെയർ ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആണ്. മറ്റുള്ളവർക്ക് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയുമ്പോൾ കൂടുതൽ എനർജി കിട്ടുന്നു, കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു, കൂടുതൽ മോട്ടിവേഷൻ വരുന്നു. ഓക്കെ, anybody else? Final one person. Anybody raising hands? ആരെങ്കിലും കൈ ഉയർത്തുക. അശോക് സർ കൈ നോക്കിയിട്ടുണ്ടോ? ഓക്കെ, ഫൈനൽ ചാൻസ് അശോക് സാർ. ഓക്കെ, അശോക് സാറിനെ അൺമ്യൂട്ട് ചെയ്തിരിക്കും. ഹലോ, കേൾക്കാം. അശോക് സാർ കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. എല്ലാവർക്കും നമസ്കാരം. തീർച്ചയായിട്ടും നമസ്കാരം. നമ്മുടെ പർപ്പസ് പറയുമ്പോഴേ നമുക്ക് നല്ലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഷെയർ ചെയ്യുന്നത്. അതായത് തിരുവനന്തപുരത്തുള്ള സനൽ സാറ് കാസർഗോഡുള്ള എന്നെ വന്നിട്ട് കണ്ടു. അവര് എന്നെ കാണാനായിട്ട് വന്നു. ഞങ്ങൾ ഒരു പുതിയ ഒരു കാര്യം ചർച്ച ചെയ്തു. അതിന്റെ പ്രാരംഭ ഘട്ടത്തിലാണ്. അപ്പം ഇത് ഒരു സംഭവം നടന്നിട്ടില്ലെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു. അപ്പൊ അതൊരു വലിയൊരു അനുഭവമാണ്. ഇത്രയും ദൂരമുള്ള ഒരാൾ നമ്മളെ വന്ന് കാണുക, സഹകരിക്കുക, സംസ്കരിക്കുക, അത് ഇത്തരം ഒരു NLP പോലുള്ള ഒരു കോഴ്സിന് പങ്കെടുത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഭാഗ്യം കിട്ടിയത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇന്ററാക്ഷൻ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും വലുതായിട്ട് ചെയ്യാൻ പറ്റുന്നു പ്രതീക്ഷിക്കുന്നു. ഇത് എല്ലാവരിലേക്ക് എത്തും, എല്ലാവരും കാണും, ചിലപ്പം പരസ്പരം കാണാനും സംസാരിക്കുക, അതന്നെ വലിയ കാര്യമാണ്. വ്യത്യസ്ത മനസ്സുള്ളവര് ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന നിങ്ങൾക്കും അതിൻ്റെതായ അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. അന്ന് നമ്മള് കൈകാര്യം ചെയ്ത ക്ലാസ്സിൽ ഒരുപാട് തെറാപ്പികളൊക്കെ ചെയ്തു അല്ലെ. തെറാപ്പിയുടെ കാര്യം ശ്രദ്ധിക്കുക അശോക് സാർ. 10% നിങ്ങൾ തെറാപ്പിയിൽ വിജയിച്ചുവെങ്കിൽ ദാറ്റ് ഈസ് ഇനഫ് ഇൻ ദ തെറാപ്പി. തെറാപ്പിയിൽ അത്ര മതി. ദാറ്റ്സ് ഇനഫ്. യു ആർ എ സക്സസ്ഫുൾ പേഴ്സൺ ഇൻ തെറാപ്പി എന്ന് ഞാൻ പറയും. ദാറ്റ് ഈസ് ഇനഫ്. കാരണം തെറാപ്പി എന്ന് പറഞ്ഞാൽ വേറെ ലോകമാണ്. 10% നമ്മൾ തുടങ്ങുക. ആദ്യം തന്നെ ഭയങ്കര യൂഫോറിയൊക്കെ പറഞ്ഞ ആളുകളെ പോലെ ആവണം, അങ്ങനെയല്ല. 5 to 10 ഈസ് ഇനഫ് ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ്. ആദ്യഘട്ടത്തിൽ 5 മുതൽ 10% വരെയുള്ള സക്സസ് ഓക്കെയാണ്. എന്നാൽ അതിന് പുറമെ ലഭിച്ച കാര്യങ്ങളിൽ നിന്ന് ആലോചിച്ച് നോക്കി. അതായത് തെറപ്പിക്ക് പുറമെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് എന്ന് നിങ്ങളിപ്പോ ടൈപ്പ് ചെയ്തല്ലോ, കുറെ പേര് ടൈപ്പ് ചെയ്തില്ലേ. ഞാൻ എഴുതി വെച്ചു എന്റെ ഓർമ്മയിൽ നിന്ന് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് എന്നുള്ളത്. എനിക്ക് കിട്ടിയ എത്രയാണെന്നറിയോ? 46 കാര്യങ്ങളാണ് ഞാൻ നോട്ട് ചെയ്തത്. ഇനി എന്റെ മെമ്മറി പെട്ടെന്ന് ഷോർട്ട് മെമ്മറി നിർത്തിയതാണ്. വളരെ ഡീപ്പ് റിസർച്ച് നടത്തിയൊന്നല്ല. അത് 2 ദിവസം പഠിപ്പിച്ച ബില്യൺ ഡോളർ നോളജുകൾ എന്ന് വിളിക്കുന്ന മഹാ നോളജുകളുടെ ശരവർഷമായിരുന്നു. മഴ ഒരു പെയ്ത്തായിരുന്നു. എന്താ പറയാ, ഈ മഴക്കാർമേഘ പൊട്ടി വീഴുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ ആ ക്ലൗഡ് പൊട്ടി എന്ന് പറഞ്ഞ പോലെ നോളജിന്റെ ഒരു മഹാ വിസ്ഫോടനം തന്നെയാണ് നടന്നത്. ജസ്റ്റ് റിമൈൻഡറിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയി 46 കാര്യങ്ങൾ എന്തൊക്കെയാണ്. കാരണം അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ അന്നത്തെ കോഴ്സിന്റെ കോഴ്സിന്റെ അല്ല ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കി. ഇമ്പോർട്ടൻസ് തന്നെയാ
ആ കോഴ്സിൽ പറഞ്ഞ യൂണിവേഴ്സൽ ട്രൂത്തുകൾ, ആ ട്രൂത്തുകൾ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് മേഖലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന റിസൾട്ട്, അതാണ് മാസീവ് ഗ്രോത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് നിങ്ങൾ വന്നത്. പലരും ഷെയർ ചെയ്തു, പലർക്കും ഗ്രോത്ത് ഉണ്ട്. ഇനി ഒരുപാട് പേര് ഷെയർ ചെയ്യാണ്ട് താമസിച്ച് നമുക്ക് ചില സാന്ദർഭികമായിട്ട് പിന്നീട് ഷെയർ ചെയ്യാം. മാത്രമല്ല ബ്രേക്ക് ഔട്ട് റൂമിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, 5 ആൾ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ ഷെയർ ചെയ്യാം. പ്ലസ് അവിടുന്ന് ഒരു ലീഡർ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഈ കോച്ചിങ് ഡേയില്. കാരണം ഓണ്ടർപ്രണേഴ്സ് എപ്പോഴും എന്താണ് കമ്മ്യൂണിക്കേഷൻ പവർ കൂട്ടേണ്ടതുണ്ട്, ഇന്റർപേഴ്സണൽ സ്കില്ല് കൂടേണ്ടതുണ്ട്, ലീഡർഷിപ്പ് സ്കില്ല് കൂടേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളത് പ്ലാൻ ചെയ്തത്. എന്ത് 5 ആൾ ഇരുത്തുന്നു, സംസാരിക്കുന്നു, കമ്മ്യൂണിക്കേഷൻ സ്കിൽ കൂടുന്നു, ഇന്റർപേഴ്സണൽ സ്കിൽ കൂടുന്നു, അതുപോലെ തന്നെ വീഡിയോ ലെവൽ ടോക്കാണ്, അപ്പോൾ ഓൺലൈൻ സ്പീക്കിംഗ് കൂടുന്നു, അതിന്റെ കപ്പാസിറ്റി കൂടുന്നു. അതോടൊപ്പം തന്നെ ലീഡർഷിപ്പ്, ലീഡർ എന്നൊക്കെ വന്നിട്ട് സംസാരിക്കാൻ എല്ലാവരും അഭിസംബോധന അവസരം കിട്ടാണ്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, ക്ലാസ് എന്ന നിലക്കല്ല ഞാൻ പ്രൊജക്ട് ചെയ്ത്, മറിച്ച് ക്ലാസ്സിൽ പറഞ്ഞ പോയിന്റുകൾ എത്ര പറഞ്ഞാലും തീരാത്തതുണ്ട്. എത്ര, കാരണം റിപ്പീറ്റേഷൻ ഈസ് എ മദർ ഓഫ് മാസ്റ്ററി എന്നാണ്. ആവർത്തനമാണ്. നമുക്കറിയാം ക്വാണ്ടഫിസ്റ്റുകളും ബ്രെയിൻ സൈക്കോളജിസ്റ്റുകളും അതുപോലെ ബ്രെയിൻ്റെ സയന്റിസ്റ്റുകളൊക്കെ പറയണത്, നമുക്കറിയാം ചെറുപ്പത്തിൽ നമ്മൾ സ്റ്റുഡൻ്റായ കാലഘട്ടത്തിൽ എങ്ങനെയാ പഠിച്ചത്, സ്കൂളിലൊക്കെ ഉള്ള കാര്യങ്ങൾ എങ്ങനെയാ പഠിച്ചത്, ഒരു തവണ വായിച്ച ഉടനെ ബൈഹാർട്ടായതാണോ? ഡോക്ടർ ജാസുൽ അങ്ങനെയാണോ? ഡോക്ടർ അജ്നവാസ് ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഉണ്ടെങ്കിൽ ജസ്റ്റ് കൈ പോക്കുക. ഓക്കെ, എനിവേ MBBS പഠിക്കുമ്പോഴാവട്ടെ, നമ്മൾ സ്കൂളിൽ പഠിച്ചതാവട്ടെ, ഒരു തവണയാണ് ഒരു കാര്യം പഠിച്ചത്, അല്ലല്ലോ. വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് ഇന്റർണലൈസേഷൻ അഥവാ ലോങ് ടേം മെമ്മറിയിലേക്ക് കയറണമെങ്കിൽ ഒരുപാട് തവണ നമ്മൾ ആവർത്തിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് NLP-യിലൊക്കെ പറയുന്നത് എന്ത്, റിപ്പീറ്റേഷൻ ഈസ് ദ മദർ ഓഫ് മാസ്റ്ററി എന്നാണ്. റിപ്പീറ്റേഷൻ ആണ് മാസ്റ്ററിയുടെ. എന്തിനാ മാസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ? മാസ്റ്ററി എന്ന് പറഞ്ഞാൽ കേവലം ഞാൻ നിങ്ങളെ ടീച്ച് ചെയ്യുന്നു, നിങ്ങൾ എഴുതി വെച്ച് പഠിക്കുന്നു, അങ്ങനെയല്ല. 3 രീതിയിലൂടെ നമ്മൾ പോയില്ലേ? 3 രീതിയിലാണ് നമ്മുടെ ട്രെയിനിങ് കൊണ്ടുപോയത്. എങ്ങനെ? ഒന്നെന്തായിരുന്നു? കോഗ്നിറ്റീവ് ലെവൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് ഓർക്കുന്നില്ല. നമ്പർ 2 പ്രാക്ടിക്കൽ ലെവൽ പല കാര്യങ്ങളും ചെയ്തു. ഫിസിക്കൽ ലെവൽ എന്ന് പറയുന്നത് അല്ലെ, റോബർട്ട് കിയോസാക്കിയുടെ പുസ്തകത്തിൽ, അതായത് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം ഉണ്ടല്ലോ. ഈ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകത്തിന്റെ മറ്റൊരു ബുക്ക് ഞാൻ കാണിച്ചു തന്നിരുന്നല്ലോ അദ്ദേഹത്തിന്റെ. ഒരു സെക്കൻഡ്, ജസ്റ്റ് ഒരു മിനിറ്റ്. അദ്ദേഹത്തിന് മറ്റൊരു പുസ്തകമാണ് പെട്ടെന്ന് എന്റെ കയ്യിലേക്ക് വന്നത്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാൻ ഉദ്ദേശിച്ചൊരു ബുക്കാണ്. ഈ പുസ്തകം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ബിസിനസ് സ്കൂൾ എന്നാണ് പുസ്തകത്തിന്റെ അദ്ദേഹത്തിന്റെ പേര്. സെക്കൻഡ് ടൈറ്റിൽ നോക്കിയിട്ട് നിങ്ങൾ, അതിന്റെ സെക്കൻഡ് ടൈറ്റിൽ എന്താ? ഫോർ പീപ്പിൾ ഹൂ ലൈക്ക് ഹെൽപ്പിംഗ് പീപ്പിൾ. നോക്കി, നിങ്ങൾ അന്ന് പഠിച്ച ആ ന്യൂ ഐഡന്റിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ടൈക്കൂണും അതുപോലെ ട്രെയിനറായ റോബർട്ട് കിയോസാക്കിയുടെ പുസ്തകത്തിൽ പറഞ്ഞ ആ വീട് കണ്ടില്ലേ നിങ്ങൾ? ഫോർ പീപ്പിൾ ഹൂ ലൈക്ക് ഹെൽപ്പിംഗ് പീപ്പിൾ, ഹെൽപ്പിംഗ് അതേഴ്സ്. ഞാൻ പറഞ്ഞല്ലോ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് അതേഴ്സ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് അതേഴ്സ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് അതേഴ്സ്. ഇത് മാത്രമായിരിക്കണം നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? മണി ബാക്കിലൂടെ വന്നോളും, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് അതേഴ്സ്. ലെജൻഡാണ് പറയുന്നത്, ബിസിനസ്സിലെ ലെജൻഡ് റോബർട്ട് കിയോസാക്കിയുടെ പുസ്തകത്തിന്റെ ടൈറ്റിൽ തന്നെയാണ്. ഇതിൽ കംപ്ലീറ്റ് കൈകാര്യം ചെയ്തത് അത് തന്നെയാണ്. എന്താണ് മലയാളത്തിൽ പറയുമ്പോൾ എങ്ങനെ പറയാം? ഈ ബുക്ക് ആർക്കുള്ളതാണ്? മറ്റുള്ള ജനങ്ങളെ സഹായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കുള്ളതാണ്. പക്ഷെ പുസ്തകത്തിന്റെ യഥാർത്ഥ പേരെന്താ? ബിസിനസ് സ്കൂൾ. യെസ്, ഓക്കെ. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ആ രീതിയിൽ ക്ലാസ് എന്നുള്ള പ്രൊജക്ട് ചെയ്യാന്നുള്ള നല്ല ഇമ്പോർട്ടൻറ്റ്. ക്ലാസ് നിങ്ങൾക്ക് പ്രൊജക്ട് ചെയ്യാം. എന്നെ സംബന്ധിച്ചോളം അതിലുള്ള പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ഇന്റേണലൈസ് ചെയ്ത് എല്ലാം ആക്ഷനിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. നമ്പർ 1 ആക്ഷനിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അല്ലയോ നിങ്ങൾ പറയാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്തെന്താ? രാവിലെ വന്നുകൊണ്ടത്തിന് സംഭവിച്ചെന്താ? ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞുകൊണ്ടത്തിന് സംഭവിച്ചത് നമ്മുടെ ബിസിനസ് ഐഡന്റിറ്റി തന്നെ അങ്ങ് മാറിപ്പോയി അല്ലെ? നമ്മുടെ അതിനകത്തുള്ള എന്തായിരുന്നു? എൻവയോൺമെന്റ്, ബിഹേവിയർ, കേപ്പബിലിറ്റി, ഓർക്കുന്നില്ല? അങ്ങനെ ഓരോന്ന് ഒരു ഐഡന്റിറ്റി മനസ്സിലാക്കുന്നത്. ഐഡന്റിറ്റി ടോട്ടൽ അങ്ങ് ചേഞ്ച് ആയി. ഒരു ന്യൂ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടാണ് നിങ്ങളൊന്ന് പോയത്. എന്താണത്? ക്ലൂ നമ്പർ 1, സി. ഫസ്റ്റ് അക്ഷരം സി. What's it? Contribution. തിരക്കാക്കരുത്. കാരണം ക്യൂരിയോസിറ്റിയിലൂടെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ. അപ്പോൾ ഇന്റേണലൈസ് ചെയ്യുന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ക്യൂരിയോസിറ്റിയിലൂടെ പഠിക്കുക. പെട്ടെന്ന് വിളിച്ചു പറയുന്നതല്ല, അതിന്റെ ഒരു സുഖമില്ല അതിനാ. ഇപ്പോഴും നിങ്ങൾക്ക് ഇത് അറിയാം എങ്കിൽ കൂടി പറയാം അല്ലെ? അപ്പോ കോൺട്രിബ്യൂട്ടർ, അതായത് ന്യൂ ഐഡന്റിറ്റി നിങ്ങൾ കിട്ടിയിരിക്കുന്നത്. എന്റെ ചോദ്യം ഇതാണ്. ഇപ്പോ ഇതൊരു എന്താണ്, ആ കോഴ്സിന്റെ ഒരു ശേഷമുള്ള ഒരു അനാലിസിസ് കൂടിയാണ്. പുതിയൊരു കോച്ചിങ് ക്ലാസ് കൂടിയാണ്. പുതിയ വിഷയങ്ങൾ വരുന്നുണ്ടെങ്കിൽ കൂടി ഒന്നും കൂടി ഡീപ്പ് പോകേണ്ട വിഷയം. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്:
ഈ കോൺട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ന്യൂ ഐഡന്റിറ്റി എന്നുള്ളത് കേവലം കാണാപ്പാഠം പഠിച്ചു പോകാനുള്ളതാണോ, നോട്ടിൽ എഴുതി വെക്കാനുള്ളതാണോ, അതല്ല ആസ് എൻ ഓണ്ടർപ്രണർ നിങ്ങളുടെ ഓണ്ടർപ്രണർഷിപ്പിൽ, നിങ്ങളുടെ ബിസിനസ് വേൾഡിൽ, നിങ്ങളുടെ ഗ്രോത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടാക്കാനുള്ള ഒരു മഹാസംഭവം അല്ലയോ? കമാൺ, ആണ് എന്ന് പറഞ്ഞവർ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. കമാൺ, ആണെന്ന് പറഞ്ഞത് യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. കമാൺ, എവരിബഡി 100% പാർട്ടിസിപ്പേഷൻ. യെസ് എന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഇത് ആപ്ലിക്കേഷനിൽ കൊണ്ടുവരാനുള്ളതാണ്. കേവലം ഇങ്ങനെ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പഠിച്ചതോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും കോഴ്സിൽ കിട്ടുന്നതോ വെറുതെ എഴുതി വെച്ച് അത് കൊണ്ടുപോകാനുള്ളതല്ല. 100% എക്സിക്യൂട്ട് ചെയ്യാനുള്ളതാണ്. യെസ്, ഓട്ടോമാറ്റിക്കലി ഒരുപാട് പേര് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഇങ്ങനെയാണ് പറയാ, കുറച്ച് കഴിഞ്ഞാൽ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് ഇതാണ്. ഇന്നത്തെ കോച്ചിങ്ങിന്റെ പോയിന്റ് ഇവിടെ എന്നിലേക്ക് ചാടി വരികയാണ്. ഇവിടെ കോഴ്സ് എങ്ങനെയാണോ അത് ഒരു കൃത്യമായ ആ ഒരു ഓർഡറിലല്ലല്ലോ പോയത്. ഇങ്ങനെയാണ് പറയാറ്, എഴുതി വെച്ചോളൂ. ഐഡിയ without execution is delusion. Yes, take it down, note it down. billion dollar knowledge. എഴുതി വെക്കുക. ഐഡിയ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് ഒരു ഐഡിയ ആയിരുന്നു, അതല്ലേ? ഐഡിയ. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? പല രീതിയിലും ഐഡിയ അത് ഇന്റർണലൈസ് ചെയ്തു, തെറാപ്പി ചെയ്തു. അതുപോലെ തന്നെ അഫർമേഷൻ, സാധാരണ രീതിയിലല്ല, അഫർമേഷൻ തെറാപ്പി ചെയ്തു. അങ്ങനെ നമ്മൾ അതായി മാറി, പുതിയ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതായത് കോൺട്രിബ്യൂട്ടർ ആയി മാറി. നിങ്ങൾ ടോട്ടലി ഐഡന്റിറ്റിയാണ് ചേഞ്ച് ചെയ്തത്. എൻവയോൺമെന്റ് ലെവലല്ല, കേവലം ബിഹേവിയർ ലെവലല്ല. അങ്ങനെ ആവണമെന്ന് നിങ്ങൾ ഇനി മുതൽ അങ്ങനെ ആയിട്ട് പെരുമാറണം, ആ ലെവലിൽ വേണ്ടി പെരുമാറണം പറഞ്ഞു വിടല്ല, അങ്ങനെ ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിച്ചത്? ടോട്ടൽ അങ്ങനെ ആയിരിക്കുകയാണ് നിങ്ങൾ. അപ്പൊ ആക്ച്വലി ഇതൊക്കെ എന്താണ് ലൈഫിൽ, അല്ലെങ്കിൽ ഓണർഷിപ്പ് ലൈഫിൽ അല്ലെങ്കിൽ ബിസിനസ് ലൈഫിൽ നമുക്ക് എന്താണ് അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് വരാനുള്ളതാണ്. അതേ പറഞ്ഞത് എഴുതി വെച്ച പോയിന്റ് എന്താണ്? എന്താ പറഞ്ഞത്? ഐഡിയ വിത്തൗട്ട് എക്സിക്യൂഷൻ. കോൺട്രിബ്യൂഷൻ എന്നുള്ള സംഗതി സംഭവിച്ചു, അത് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല എങ്കിൽ, ഇഫ് യു ആർ നോട്ട് എക്സിക്യൂട്ടിങ് ഇറ്റ്, ഇഫ് യു ആർ നോട്ട് ടേക്കിംഗ് ആക്ഷൻ അപ്പോൺ ഇറ്റ്, അത് സംഭവിക്കുന്നില്ല. എക്സിക്യൂഷൻ നടപ്പിലാക്കുന്നില്ല. നടപ്പിലാക്കാത്ത ഐഡിയകളെല്ലാം ഡെലൂഷൻ ആണ്. ഐഡിയ വിത്തൗട്ട് എക്സിക്യൂഷൻ ഈസ് എ ഡെലൂഷൻ. And what is delusion? What is the meaning of delusion? Can anybody type in Malayalam? What is delusion? എന്താ പറയാ? ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മോഹവലയമാണ്. ദാറ്റ്സ് നോട്ട് എ ഡ്രീം. അത് ഡ്രീം അല്ല. മോഹവലയം എന്നൊക്കെ പറയാം. നമ്മളൊരു മോഹവലയത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. കുറെ തത്വങ്ങൾ, കുറെ പോയിന്റുകൾ, സെയിൽസിന് ഇത്ര പോയിന്റുകൾ, 18 പോയിന്റ്, 28 പോയിന്റ്, 38 പോയിന്റ് എന്നൊക്കെ പറയാം. നോ, നത്തിങ്. നമ്മുടെ സക്സസ്ഫുള്ളിയുടെ ഭാവിയിൽ സെയിൽസ് വരാൻ പോകുന്നുണ്ട്. ഓൺലി 5 പ്രിൻസിപ്പിൾസ് നിങ്ങൾ സെയിൽസ് കീപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ യു ക്യാൻ ബി എ ഗ്രേറ്റ് ആൻഡ് വണ്ടർഫുൾ സെയിൽസ്മാൻ ഇൻ ദ വേൾഡ്. ഐഡിയ വിത്തൗട്ട് എക്സിക്യൂഷൻ. യെസ്, താങ്ക് യു വെരി മച്ച്. മാക്ബുക്ക് പ്രോ എന്ന പേരിലാണ് വന്നിരിക്കുന്നത്. ഒറിജിനൽ പേര് വരിക ഓണ്ടർപ്രണർ, ഒറിജിനൽ ഐഡന്റിറ്റിയിൽ വരും. മാക്ബുക്ക് പ്രോ എന്ന ഐഡന്റിറ്റിയിലല്ല നിങ്ങൾ വരേണ്ടത്. എനിവേ, താങ്ക്സ്. ആരായിരുന്നു വ്യക്തിക്ക് നന്ദി. ടൈപ്പ് ചെയ്തേ, മനസ്സിലായില്ലേ? ശ്രീരേഖ മാഡം എന്റെ കൂടെ ഇല്ലേ? ആര് വിത്ത് മീ? എന്റെ കൂടെ ഇല്ല. എന്താണ്? ഐഡിയ വിത്തൗട്ട് എക്സിക്യൂഷൻ ഈസ് ഡെലൂഷൻ. ഇറ്റ് ഇസ് നോട്ട് ദ റിയൽ ഡ്രീം. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, ഓരോന്നും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സംഗതിയായിരുന്നു. ഫസ്റ്റ് വൺ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഫസ്റ്റത്തെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്യാനുള്ളതാണ്, കേവലം പഠിച്ചു പോകാനുള്ളതല്ല. അത് എക്സിക്യൂഷനിൽ വന്നു. നമ്പർ 2 നമ്മൾ മനസ്സിലാക്കി. ഞാൻ ഓർഡറിലൊന്നല്ല എഴുതിയത്, ഓർഡറിലൊന്നല്ല പറയണത്, എന്റേതായ മെമ്മറിയിൽ നിന്ന് സുമാർ എടുത്ത് എഴുതിയതാണ് ഇപ്പൊ. ഓക്കെ, ക്ലാസ്സിൽ കൃത്യമായ ഓർഡറിലാണ് നമ്മൾ പോയത്. വേറെ ഒന്നും എന്തായിരുന്നു? മണിയെ കുറിച്ചിട്ടുള്ള ഗംഭീരമായ ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടായോ ഇല്ലയോ? മണിയുടെ കൺസെപ്റ്റ് തന്നെ കംപ്ലീറ്റ് മാറിയില്ലേ? യെസ്, വാട്ട് ഇസ് മണി? മണി എന്നുള്ളത് എന്താ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയില്ല. അതിൻ്റെ മണി ഈസ് വാട്ട് മണി ഗിവ്സ് ദ വാല്യൂ. മണിയുടെ വാല്യൂ അത് വളരെ ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞത്. യെസ്, അതുപോലെ തന്നെ മണി എന്നുള്ളത് എന്താണ്? അതിന്റെ സ്പിരിച്വൽ ആസ്പെക്ട് നമ്മൾ മനസ്സിലാക്കി. ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ കേവലം ഐഡിയ ആയിട്ട് കീപ്പ് ചെയ്യാനുള്ളതാണോ, ഇന്റേണലൈസ് ചെയ്യാനുള്ളതാണോ, ആക്ച്വലൈസ് ചെയ്യാനുള്ളത്, എക്സിക്യൂട്ട് ചെയ്യാനുള്ളത്? എന്താണത്? എക്സിക്യൂട്ട് ചെയ്യാനുള്ളതാണ് എന്ന് പറഞ്ഞവർ യെസ് എന്ന് ടൈപ്പ്. ഇതൊക്കെ ലൈഫിൽ എന്താണ്? പ്രായോഗിക തലത്തിൽ വരേണ്ടതാണ്. അപ്പോഴാണ് റിസൾട്ട് ഉണ്ടാകുക എന്ന് പറഞ്ഞത്. കമോൺ, 100%. നമ്മളെ കോഡ് ഓഫ് ഓണർ വായിച്ചു ഓർമ്മയില്ല, ഇനി വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ കോഴ്സിന്റെ, ഈ കോച്ചിങ്ങിന്റെ കോഡ് ഓഫ് ഓണർ എന്താ? 100% പാർട്ടിസിപ്പേഷൻ. 100%. കമോൺ, യെസ്, വെരി ഗുഡ്. എക്സിക്യൂട്ട് ചെയ്യാനുള്ള രണ്ടാമത്തെ സാധ്യത നമ്മൾ പഠിച്ചതാണ്. 3 ഞാൻ നോട്ട് ചെയ്ത് വെച്ചത് ക്ലാസ്സിൽ. എക്സിക്യൂട്ട് ചെയ്യണം. ഇനിയും അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ ക്ലാസ്സോടുകൂടി തീരുന്നതല്ല. അവിടെ പഠിപ്പിക്കപ്പെട്ട പോയിന്റുകൾ, അവിടെ നിങ്ങൾ ഇന്റർനേഷണൽ കാര്യങ്ങൾ, അത്
നിങ്ങൾ എത്ര കാലം ഓണ്ടർപ്രണറായിട്ട് നിൽക്കുന്നുവോ, എത്ര കാലം മനുഷ്യനായിട്ട് ഇവിടെ ജീവിക്കുന്നു, അപ്പോഴൊക്കെ വേണ്ടതാണ്. ഇത് ലൈഫിൽ വേണ്ടതല്ലേ. നോക്കൂ, നമ്പർ 3 വൺ എന്താണ്? ബ്ലസ് ദാറ്റ് വിച്ച് യു വാണ്ട്. ഓർക്കുന്നില്ലേ? എക്സിക്യൂട്ട് ചെയ്യാനുള്ളതോടെ കാണാൻ തിയറി ആക്കിയിട്ട് ഒഴിവാക്കാനുള്ളതാണ്. കമോൺ, എക്സിക്യൂട്ട് ചെയ്യാനുള്ളവരാണ്, ലൈഫിൽ സംഭവിക്കാനുള്ളവരാണ്, നിങ്ങളുടെ ബിസിനസ് സംഭവിക്കാനുള്ളവരാണ് എന്ന് പറഞ്ഞത്. കൈവക്കണ്ട, ഇവിടെ ക്ലാസ്സിൽ നമ്മൾ കൈവക്കില്ല, ഇവിടെ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം, അതാണ് നല്ലത്. കൈവക്കുമ്പോൾ ഞാൻ എല്ലാവരും കാണുന്നില്ല. ഓക്കെ, യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. കമോൺ, വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ തന്നെ കം ഫസ്റ്റ്, വെരി ഗുഡ്, യെസ്, വെരി ഗുഡ്. എന്താണ് നമ്പർ 3? ആൻഡ് നമ്പർ 4 ഓർക്കുന്നില്ലേ? നെവർ സെൽ എ പ്രോഡക്റ്റ്, നെവർ സെൽ എ സർവീസ്, സെൽ സൊല്യൂഷൻസ്. വാവ് എന്ന് പറഞ്ഞു പൊട്ടിയിലുള്ളത്, ലഡു പൊട്ടി എന്നൊക്കെ പറഞ്ഞ പോയിന്റാണ്. $1 ബില്യൺ. ഓർക്കുന്നില്ലേ മുഹമ്മദ് സാർ? അറിവത്തിന് ഓർക്കുന്നില്ലേ? നെവർ അല്ലെ, യു ആർ എ ട്രെയിനർ, അപ്പൊ സർവീസ് ആണ്. നെവർ സെൽ യുവർ സർവീസ്, സെൽ സൊല്യൂഷൻ. ട്രെയിനിങ്ങിലൂടെ എന്താണ്? ആളുകൾക്ക് സൊല്യൂഷൻ ആണ് വേണ്ടത്. ഇപ്പൊ കോൺട്രിബ്യൂഷൻ എന്നുള്ള സംഗതി വന്നപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സൊല്യൂഷനായി. ഇവിടെ മുഹമ്മദ് സാറും അതുപോലെ തന്നെ പലരും ഇവിടെ സൂചിപ്പിച്ചല്ലോ, സൊല്യൂഷനായി മാറാം. കസ്റ്റമർ കൂടുതൽ കിട്ടുന്നു, വരുമാനം കൂടുതൽ വരുന്നു. ഇറ്റ് ബിക്കംസ് എ സൊല്യൂഷൻ ടു യുവർ ബിസിനസ് വേൾഡ്, ബിസിനസ് ലൈഫ്. നെവർ സെൽ എ പ്രോഡക്റ്റ്. ഓർക്കുന്നില്ലേ? എത്രയായി? 4ാമത്തെ പോയിന്റ്. നമ്പർ സുമാർ ഞാൻ ഓർഡറിലൊന്നല്ല, അന്ന് പഠിപ്പിച്ച ഓർഡറിലൊന്നല്ല എഴുതിയത്, എന്റേതായ മെമ്മറിയിൽ നിന്ന് എടുത്തത്. നിങ്ങൾ ടൈപ്പ് ചെയ്ത പോലെ ഞാൻ ഇങ്ങനെ എഴുതി ഉണ്ടാക്കിയത്, അങ്ങനെ എഴുതി ഉണ്ടാക്കിയ പോയിന്റാണ്. എന്തായിരുന്നു? ഒരു ഓണ്ടർപ്രണർ എന്തായിരിക്കണം? സ്പെൻഡാനിറ്റിയിലാണ് പെരുമാറേണ്ടതെന്ന് പറഞ്ഞത്. സ്പെൻഡാനിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി, സ്വതസിദ്ധത. ഫ്ലെക്സിബിൾ ആയിരിക്കണം അല്ലെ? ഭയങ്കര മസിൽ പിടിച്ചിട്ട് ആ രീതിയിലൊന്നല്ല. എന്താണ്? വളരെ ഫ്ലെക്സിബിൾ, ബി ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞു. ഓക്കെ, ഫ്ലെക്സിബിൾ ആവണമെങ്കിൽ, സ്പെൻഡാനിറ്റിയിൽ എത്തണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ട്? എനിബഡി റിമെമ്പർ ദാറ്റ്? എന്താണ് പറഞ്ഞത്? സ്പെൻഡാനിറ്റിയിൽ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഒതന്റിസിറ്റി സംഭവിക്കണം, ഒതന്റിക് ആയിരിക്കണം നമ്മൾ, ജെന്യൂൻ, കൃത്രിമമല്ല, ആളുകളെ പറ്റിക്കലല്ല, തട്ടിപ്പില്ല, വെട്ടിപ്പില്ല, ചതിയില്ല, വഞ്ചനയില്ല, ഒന്നുമില്ല. വളരെ ഒതന്റിക് ആണ്, എല്ലാ അർത്ഥത്തിലും ഒതന്റിക് ആണ് ആ രീതിയിൽ. അപ്പൊ ഒതന്റിക് ആണെങ്കിൽ എന്താണെന്ന് പറഞ്ഞു? ഇന്റഗ്രിറ്റി സംഭവിക്കണം, നമ്മുടെ അകത്ത് ഇമോഷണൽ ഇന്റഗ്രിറ്റി സംഭവിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ, വെരി ഗുഡ്. സ്പീഡിലെ വായിച്ചോളാം. അതുപോലെ തന്നെ സെൽ യുവർ സെൽഫ് ഫസ്റ്റ്. ഓർക്കുന്നുണ്ടോ? പോയിന്റ് നോക്കുക, ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാം, റിക്കലക്ട് ആണ്. എന്താണ്? സെൽ യുവർ സെൽഫ് ഫസ്റ്റ്. ഓർക്കേണ്ടത്, അതായത് നിങ്ങളെയാണ് ആദ്യം വിൽക്കേണ്ടത്. നിങ്ങളുടെ പുഞ്ചിരി, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ ക്യാരക്ടർ എല്ലാം പോസിറ്റീവ് ആണ്. നിങ്ങളെയാണ് വിൽക്കുന്നത്. നിങ്ങൾ വിൽക്കപ്പെട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പ്രൊഡക്റ്റ്, നിങ്ങളുടെ സർവീസ് ഓട്ടോമാറ്റിക്കലി വിൽക്കപ്പെടും. കറക്റ്റ്? ക്ലിയർ ഓർ നോട്ട്? കൈപോക്ക്, കൈപോക്ക്, തംസ് അപ്പ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അതുപോലെ തന്നെ വേറെന്താണ്? എന്ത്? ന്യൂറോളജിക്കൽ ലെവൽസ്. നമ്മളിവിടെ പറഞ്ഞില്ലേ 7 ന്യൂറോളജിക്കൽ ലെവൽസ് മനസ്സിലാക്കി. 7 ന്യൂറോളജിക്കൽ ലെവൽസ് എന്നുള്ളത് കേവലം തിയറി ആയിട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതല്ല, ബിസിനസ് ലൈഫിൽ അപ്ലിക്കേഷൻ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടാക്കേണ്ട സംഗതിയാണോ അല്ലയോ? ടെൽ മീ, കം ഓൺ. യെസ്, ടൈപ്പ് ഇറ്റ്. ടൈപ്പിങ്ങിലൂടെ നടക്കും. നമ്മള് ലൈവ് ഫിസിക്കൽ ക്ലാസ് ആകുമ്പോൾ ആ രീതിയിൽ നമുക്ക് ഒരു ആരംഭത്തിലൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇവിടെ ആകുമ്പോൾ ടൈപ്പ് ചെയ്യാം. പിന്നെ എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കൂടി കലപല സൗണ്ടാണ് വരിക. ടെക്നിക്കലി ബഹളായി പോകും എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതേസമയത്ത് കോഴിക്കോട് നമ്മൾ ഫിസിക്കലി ലെവൽ ക്ലാസ് ആകുമ്പോൾ എല്ലാവരും അൺമ്യൂട്ട് മോഡലാണ്. ആരും മ്യൂട്ട് ചെയ്യാനും പറ്റൂല. അവിടെ ആരും മ്യൂട്ട് ചെയ്യാൻ പറ്റൂല, ഇവിടെ ആരും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റൂല. അതേപോലെ സാർ. ഓക്കെ, അപ്പൊ ടൈപ്പ് ചെയ്യാം. ടൈപ്പിങ്ങിലൂടെ നമുക്ക് ചാറ്റ് ചെയ്യാം. ചാറ്റിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്. എല്ലാം എന്താണ്? ന്യൂറോളജിക്കൽ ലെവലിലൂടെ ഉണ്ടായ മാറ്റങ്ങളും എല്ലാം എന്താണ് ലൈഫിൽ കൊണ്ടുനടക്കണം. ബിസിനസ് ലൈഫിൽ വേണ്ടതാണ്, ഓണ്ടർപ്രണർഷിപ്പിൽ വേണ്ട സംഗതിയാണ്. ഒന്നും തിയറി അല്ല. മെറ്റാ കോൺഷ്യസ് മൈൻഡ് നമ്മൾ മനസ്സിലാക്കി വേറൊരു കാര്യം നോക്കുന്നില്ല, ഞാൻ നേരത്തെ വരച്ചുള്ളത്. മെറ്റാ കോൺഷ്യസ് മൈൻഡ് അല്ലെ? മെറ്റാ ലെവലിൽ നമ്മള് മെറ്റാവേഴ്സിലൊക്കെ സനൽകുമാർ സാറൊക്കെ സെറ്റ് ചെയ്തല്ലോ തെറാപ്പി ചെയ്തപ്പോ. മെറ്റാവേഴ്സ് എന്താന്ന് പറഞ്ഞു, NLP ആദ്യമേ മെറ്റാവേഴ്സ് കണ്ടെത്തി എന്നുള്ള കാര്യം പറഞ്ഞു. നമ്മുടെ അകത്തുള്ള മൈൻഡിന്റെ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് മൈൻഡ് മനസ്സിലാക്കി. ഇതെല്ലാം സംഭവിക്കണം. അതുപോലെ തന്നെ വിഷ്വലൈസേഷനെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചാൽ ഉസൈൻ ബോൾട്ടിന്റെ ഒക്കെ ഉദാഹരണം പറഞ്ഞില്ല. അതുപോലെ തന്നെ സ്വിമ്മേഴ്സ്, ഓട്ടക്കാർ, ഇവരൊക്കെ വിഷ്വലൈസേഷൻ ചെയ്തിട്ടാണ് ഈ ലെവലിൽ എത്തുന്നു പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ 4 areas ഓഫ് ലൈഫ്. ഞാൻ സന്ദർഭിക്കണം നേരത്തെ വരച്ചു. എന്താണത്? ഓർക്കുന്നില്ലേ? 4 areas ഓഫ് ലൈഫ്. വീണ്ടും അതേ ക്ലാസ്സുകൾ കിട്ടുന്നവരുണ്ടല്ലേ? സെയിം ക്ലാസ് കാലിക്കറ്റിൽ വീണ്ടും എത്തിയവരില്ലേ? കറക്റ്റ് ആർ നോട്ട് ഫൈസൽ സാർ? ശരിയാണോ? ഒന്നും കൂടി കിട്ടുകയാണ്, വീണ്ടും കിട്ടുകയാണ്. വീണ്ടും യു ആർ ലക്കി, യു ആർ ഫോർച്യൂനേറ്റ്. കം ഓൺ, കോൺട്രിബ്യൂഷൻ.
I'm giving contribution. Okay. എന്താണ് physical world? നമുക്ക് നേരത്തെ പറഞ്ഞ mental world, emotional world and spiritual world. And physical world is the manifestation of these three things. ഇതും ഈ പറഞ്ഞ പോലെ പ്രാക്ടിക്കലി സംഭവിക്കേണ്ടതാണോ അതല്ല കേവലം പഠിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ഒഴിവാക്കേണ്ട സംഭവിക്കുകയാണോ? What's it? Come on, everybody, type in the chat box. Come on. Type it in the chat box. Come on, everybody, participate. 100% participation. Come on, everybody. Yes. 4 levels of life നെ കുറിച്ചാണ് പിന്നെ മനസ്സിലാക്കല്ലേ. ഞാൻ ഇനി പറയേണ്ടതില്ല, ഞാൻ ജസ്റ്റ് ചോദിക്കുന്നു, നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. ജസ്റ്റ് ഞാൻ ചോദിക്കുന്നു ഇത് പ്രാക്ടിക്കൽ ആണോ എന്നുള്ള ഓരോ ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. ഫിനിഷ്. ഓക്കെ, കറക്റ്റ്. ആർ യു റെഡി? ഓക്കെ, വെരി ഗുഡ്. 4 levels of life അല്ലെ, വിക്ടിംഹുഡ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ട് വേറെ വിഷയമാണ്. ഞാനത് പറഞ്ഞ രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനിയും ഇതിന്റെ ഹയർ ലെവലിലേക്ക് പോകും, ഡീപ്പർ ലെവലിലേക്ക് ഞാൻ പോകും. നിങ്ങൾ ഹയർ ലെവലിലേക്ക് എന്റെ കൂടെ വരുമ്പോൾ ഞാൻ ഡീപ്പർ ലെവലിലേക്ക് കൊണ്ടുപോകും അല്ലെ. വിക്ടിംഹുഡ് അതായത് പരാതികളും പരിഭവങ്ങളും കംപ്ലൈന്റുകളും പറഞ്ഞുകൊണ്ടുള്ള ഒരു തരം ആ രീതിയിലുള്ള ഒരു ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാന്നുള്ളത്. എപ്പോഴും പരാതി, പ്രശ്നങ്ങൾ, നാട്ടു പ്രശ്നം, അത് കൊറോണ പ്രശ്നം, ആ പ്രശ്നം, രാഷ്ട്രീയ പ്രശ്നം, അതുകൊണ്ട് ഇതുകൊണ്ട്, ഇപ്പൊ മഴയായതുകൊണ്ട്, ഇപ്പൊ വെയിലായതുകൊണ്ട് ഇതൊക്കെ കംപ്ലൈന്റ് ചെയ്യുന്നതിന് അത് മനസ്സിലാക്കുക. പിന്നെ സെക്കൻഡ് ലെവൽ തന്നെ എംപവർമെന്റ് അല്ലെ. I am empowered. I can do it even if there are so many problems in the world, in the outer world. Outer world ൽ എപ്പോഴും എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. മനസ്സിലാക്കുക. There are 2 economy in this world. ഓക്കെ, ഇത് പുതിയ കോച്ചിങ്ങിന്റെ ഭാഗമാണ്, അതും വരും അതിന്റെ ഇടയിൽ. ഇതിന്റെ പുതിയ കോച്ചിങ് വരും. ഓക്കെ, there are 2 economy in the world. Number 1 is എന്താണത്? മാർക്കറ്റ് എക്കോണമി. ടേക്ക് ഇറ്റ് ഡൗൺ. ഒന്നെന്താണ്? മാർക്കറ്റ് എക്കോണമിയാണ് അല്ലെ. ബിസിനസ്സുകാരൻ എന്നാലും ഓണ്ടർപ്രണർഷിപ്പ് ചെയ്യുന്ന ആളെന്തെങ്കിലും ഓണ്ടർപ്രണേഴ്സ് എന്നാലും നിങ്ങൾക്ക് അറിയാം എന്താ മാർക്കറ്റ് എക്കോണമി. ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അത് അറിയാം. ആൻഡ് നമ്പർ 2 ഈസ് പേഴ്സണൽ എക്കോണമി. പേഴ്സണൽ എക്കോണമി, വ്യക്തിഗത എക്കോണമി ഓർ മെന്റൽ എക്കോണമി എന്ന് വേണം പറയാം അല്ലെ. മാർക്കറ്റ് എക്കോണമി ഓർ മെന്റൽ എക്കോണമി എന്ന് വിളിക്കുന്നത് ഒരു പ്രാസവും കൂടെ അല്ല, മെന്റൽ എക്കോണമി. എന്താണ് മാർക്കറ്റ് ഇക്കോണമിയുടെ പ്രത്യേകത നിങ്ങൾ പറയാം. മാർക്കറ്റ് ഇക്കോണമി ഓൾവേസ് ഫ്ലക്ച്വേറ്റിംഗ് ആണോ അതല്ല കൺസിസ്റ്റന്റ് ആണോ? എപ്പോഴും കൺസിസ്റ്റന്റ് ആണോ ഫ്ലക്ച്വേറ്റിംഗ് ആണോ? അതായത് പറയുമ്പോ എപ്പോഴും എന്താണ് ഗഡ്ബഡ് ഇന്ത്യയാണ് വരുന്നത്. അതായത് പറയാ മലയാളത്തില് എന്താ പറയാ, നമ്മള് ഫ്ലക്ച്വേറ്റ് എന്ന് പറയുമ്പോ ഏറ്റക്കുറച്ചിലുകൾ അല്ലെ, സ്ഥിരതയില്ലാത്ത, അസ്ഥിരം. യെസ്, അസ്ഥിരമായതാണോ അതല്ല സ്ഥിരമുള്ളതാണോ? യെസ്, ടൈപ്പ് ഇറ്റ്. ഫ്ലക്ച്വേറ്റിംഗ് ആണെന്ന് പറഞ്ഞ ഫ്ലക്ച്വേറ്റ് എഫ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. എഫ് എന്ന് ടൈപ്പ് ചെയ്യാം, ഷോർട്ട് ചെയ്യുക, സമയം ലാഭിക്കണം. നിങ്ങളെ സമയം ലാഭിക്കും. യെസ് എന്ന് ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ എഫ് എന്ന് ടൈപ്പ് ചെയ്യാം. യെസ് എന്ന് ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ എഫ് എന്ന് ടൈപ്പ് ചെയ്യാം. കമാൺ, ഫാസ്റ്റ് കമാൺ. യെസ്, ഫ്ലക്ച്വേറ്റിംഗ്. യെസ്, എവരിബഡി ടൈപ്പിംഗ്. ഞാൻ മറ്റൊരു ലാപ്ടോപ്പിലാണ് അപ്പുറം നോക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങോട്ട് നോക്കുന്നത് ഇടയ്ക്കിടയ്ക്ക്. മറ്റൊരു ലാപ്ടോപ്പിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ചാറ്റ് നോക്കുന്നത്, ഇവിടെ ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കമാൺ, ഫാസ്റ്റ്. യെസ്, മാർക്കറ്റ് ഇക്കോണമി ഈസ് ഓൾവേസ് ഫ്ലക്ച്വേറ്റിംഗ്. എപ്പോഴും അസ്ഥിരതമാണ്, അൺസെർട്ടൻ ആണ്. നമുക്കറിയാം കൊറോണ അപ്രതീക്ഷിതമായിട്ട് വന്നു അല്ലെ. പല ഇഷ്യൂസുകളും അപ്രതീക്ഷിതമായിട്ട് വരും. സ്റ്റോക്ക് എക്സ്ചേഞ്ച് അപ്രതീക്ഷിതമായിട്ട് തകരും. പലതും നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പലപ്പോഴും ബിസിനസ് തകർന്നേക്കാം, അപ്പോൾ പലതും സംഭവിച്ചേക്കാം. അങ്ങനെ മാർക്കറ്റ് ഫ്ലക്ച്വേറ്റിംഗ് ആകുമ്പോ എന്റെ മെന്റൽ സ്റ്റേറ്റ് ഓർ എന്റെ പേഴ്സണൽ അവസ്ഥ, എന്റെ മെന്റൽ സ്റ്റേറ്റ് എന്തായിരിക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഷുഡ് ബി മൈ മെന്റൽ സ്റ്റേറ്റ്? എന്റെ മെന്റൽ സ്റ്റേറ്റ് എന്തായിരിക്കണം? അത് ഫ്ലക്ച്വേറ്റിംഗ് ആണോ വേണ്ടത് അതല്ല കൺസിസ്റ്റന്റ് ആയി നിലനിൽക്കുന്ന അവസ്ഥയാണോ വേണ്ടത്? വാട്ട്സ് ഇറ്റ്? കം ഓൺ, ടൈപ്പ് എവരിബഡി. കൺസിസ്റ്റന്റ് ഓർ ഫ്ലക്ച്വേറ്റിംഗ്? യെസ്, സി എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഒരുപാട് സമയം ലാഭിക്കാൻ നമുക്ക്. സി എന്ന് ടൈപ്പ് ചെയ്യാം. കം ഓൺ, യെസ്, എവരിബഡി. കൺസിസ്റ്റന്റ്, സ്ട്രോങ് ആൻഡ് സ്റ്റാബിൾ ആൻഡ് ഓപ്റ്റിമിസ്റ്റിക്. യെസ്, വെരി ഗുഡ്. ഒറ്റ വാക്കിൽ കൺസിസ്റ്റന്റ് എന്ന് പറയുന്നു, അതായിട്ട് വന്നപ്പോൾ ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം, എന്തായിരിക്കണം? ഓക്കെ, വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി നൈസ്, വെരി നൈസ്. യെസ്, വെരി ഗുഡ്. അപ്പൊ അതാണ് സത്യത്തിൽ എന്ത് ചെയ്തത് നമ്മൾ അവിടെ നേടിയെടുത്തത്. നിങ്ങളാകുന്ന ബിസിനസ്മാൻ, നിങ്ങളാകുന്ന ഓണ്ടർപ്രണറെ ഈ മെന്റൽ സ്റ്റേറ്റിന് നമ്മൾ എന്ത് ചെയ്തത് കംപ്ലീറ്റ് കൺസിസ്റ്റന്റ് ആയി നിലനിർത്തിയിരിക്കുകയാണ്, സ്ഥിര ചിത്തതയുള്ള അവസ്ഥയായി മാറ്റിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടെ കൺട്രോൾ ഇല്ല. മാർക്കറ്റ് ഇക്കോണമി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കൺട്രോളിൽ മാത്രം നിലനിൽക്കുന്നതല്ല, അത് ഗവൺമെന്റ് മുതൽ വലിയ വലിയ സ്ഥാപനങ്ങൾ മുതൽ പലതിനെയും സ്വർണത്തിന്റെ വില മുതൽ പെട്രോളിന്റെ ഡോളർ വില മുതൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഡിഫറെന്റ് ആസ്പെക്ട്സ്. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചാലും
നമുക്കൊന്നും സംഭവിക്കാതിരിക്കുന്ന അവസ്ഥയാണ്. സെക്കൻഡ് നമ്മളൊന്ന് മനസ്സിലാക്കിയ എംപവർമെന്റ് എന്നുള്ള അവസ്ഥ എൻ്റെ ഉള്ളിൽ. ആൻഡ് ദ തേർഡ് വൺ വാസ് സറണ്ടർ. ഓർക്കുന്നത് സറണ്ടേർഡ് ബിസിനസ്മാൻ. സമരത്തിലൂടെയല്ല, അതായത് കോമ്പറ്റീഷനിലൂടെ അല്ല ബിസിനസ് വളർത്തുന്നത്, പകരം കൊളാബറേഷനിലൂടെയാണ് അല്ലെങ്കിൽ കോപ്പറേഷനിലൂടെയാണ് നേടേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ ആലോചിച്ച് ഈ കോമ്പറ്റീഷൻ എന്ന് നിങ്ങൾ ആലോചിച്ച് സാന്ദർഭികമായിട്ട് നമുക്ക് ഈ ഇന്നത്തെ കോച്ചിങ് ഇതിന്റെ കൂടെ കണക്ട് ചെയ്ത് പോകുന്ന നമുക്ക് പുതിയ പുതിയ വിഷയങ്ങൾ അല്ലെ. ഈ കോമ്പറ്റീഷൻ എന്നുള്ളത് എന്തുകൊണ്ട് നമ്മുടെ അകത്ത് വന്നതെന്നറിയാം. പാരന്റിങ്ങിലൂടെ സംഭവിച്ചു. അതായത് ചെറുപ്പത്തില് നിങ്ങൾ വീട്ടിലൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചെറിയ പ്രായം 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സ് 8 വയസ്സ് 9 വയസ്സ് 10 വയസ്സ് ഈ പ്രായത്തിലൊക്കെ അമ്മച്ചി അല്ലെങ്കിൽ ഉമ്മച്ചി ഭക്ഷണം ദോശയൊക്കെ കൊടുക്കുമ്പോൾ, ദോശയാണ് നമ്മുടെ മെയിൻ ഭക്ഷണം കേരളത്തിലെ കാലത്തൊക്കെ അത് പറയും, കൊടുക്കുമ്പോൾ എന്താണ് ജ്യേഷ്ഠൻ ചിലർക്ക് അപ്പുറപ്പൊക്കെ ഉണ്ടല്ലോ, ചേട്ടത്തി മനുജത്തിയൊക്കെ അപ്പുറം ഇരിക്കാണ്. അപ്പൊ എനിക്ക് ഓരോ ദോശ ഇടുമ്പോ എനിക്ക് കിട്ടാണ്ടാക്കും, അവന് കൊടുത്ത് എനിക്ക് കിട്ടാണ്ട പേര്. അപ്പൊ ആ രീതിയിലുള്ള ചെറിയ ചെറിയ തോട്ടിൽ നിന്ന് ചൈൽഡിഷ് തോട്ടാണ് ഇതൊക്കെ. അതിൽ നിന്നാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് കോമ്പറ്റീഷൻ ലെവലിലേക്ക് വരുന്നത്. അവിടെയാണ് ആധുനികരായ എല്ലാ ആളുകളും പറയുന്നത്, ടൈക്കൂൺസുകൾ പറയുന്നത് ഈ രംഗത്തുള്ള ബിസിനസിന്റെ കോമ്പറ്റീഷൻ അല്ല ഇനി നമുക്ക് ആവശ്യം, കൊളാബറേഷൻ ആണ്. അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ. അത് ഹയർ ലെവലാണ്. നമുക്ക് പിന്നീട് അതിലേക്ക് പോകാം. ലാസ്റ്റ് വൺ വാസ് അവൈക്കൻഡ് ബിസിനസ്മാൻ അല്ലെ, ബോധോദയം സ്ഥാപിച്ച യഥാർത്ഥത്തിൽ എൻലൈറ്റൻമെന്റ് സംഭവിച്ചു. അതാണ് ആ ലെവലിൽ എത്തുമ്പോഴാണ് മണിയെ നമ്മൾ സ്പിരിച്വൽ ലെവലിൽ കണ്ടു. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡാണ് മണി. മണി ഈസ് എ ടൂൾ ഫോർ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള മനസ്സിലാക്കി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. എന്നും കൂടി പറയുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയത് ആ ഒരു ലെവലാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ഈസ് മറ്റൊന്നാണ് 12ാമത്തെ പോയിന്റ് ഞാൻ നോട്ട് ചെയ്തതാണ് 3 പേഴ്സണാലിറ്റീസ് ഇൻസൈഡ്. 3 പേഴ്സണാലിറ്റീസ് നമ്മുടെ അകത്തുണ്ട്. നിങ്ങൾക്ക് സൂചിപ്പിച്ച സന്ദർഭമായിട്ട് എന്താണ്? നമ്പർ 1 type, anybody can type it, dreamer, come on, critic and action takers. Okay, മനസ്സിലാക്കുക. വീണ്ടും ആവർത്തിക്കണം. ഇവിടെ പറയേണ്ട പോയിന്റാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താണ്? ആക്ഷൻ ടേക്കേഴ്സ് ആർ മണി മേക്കേഴ്സ്. തീർന്നിട്ടില്ല. ഇനി എത്രങ്ങാനും 30-45 പോയിന്റ് ഞാൻ നോട്ട് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിരുന്നു. ഡ്രീമർ, ക്രിട്ടിക്, ആക്ഷൻ ടേക്കർ. ഓക്കെ, വെരി ഗുഡ്. ഇംപ്രസ് കരീം, താങ്ക് യു വെരി മച്ച്. അപ്പോ നെക്സ്റ്റ് പോയിന്റ് ഈസ് ട്രൈ എന്ന വാക്ക് ഉപയോഗിക്കുന്ന കാര്യം. ടോണി റോബിൻസിന്റെ വീഡിയോ കാണിച്ചെന്നുകൊണ്ട് ഞാൻ പറഞ്ഞു ഓർക്കുന്നില്ലേ? ട്രൈ അല്ല, ഇതിൽ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് നവാസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. പേന ട്രൈ ടു ലിഫ്റ്റ് ദ പെൻ എന്ന് പറഞ്ഞു ഓർക്കുന്നില്ല. അപ്പൊ ട്രൈ എന്ന പറയേണ്ട വാക്യം എയ്തർ യു ഡു ഇറ്റ് ഓർ നോട്ട് ഡു ഇറ്റ്. ഒന്നിക്കെ ചെയ്യാല്ല ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. ഐ വിൽ ട്രൈ ടു ഡു ഇറ്റ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി. രാത്രിയിലേക്ക് പോകുന്നില്ല, നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്കൊക്കെ വരണുണ്ട്. എന്നാൽ ഇത് ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരേണ്ടതാണ് ഓരോ പോയിന്റും എന്നുള്ളത് വീണ്ടും ഞാൻ നിങ്ങളെ റീഇറ്ററേറ്റ് ചെയ്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഉറപ്പിച്ച് നിങ്ങളുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് കൊണ്ടുപോകേണ്ടതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇത് എന്ത് ചെയ്തത് ഈ ഇത്തരത്തിലുള്ള ഒരു കോച്ചിങ് കൂടി നിങ്ങൾ ക്ഷണിച്ചത്. ഓക്കെ, നമ്പർ നെക്സ്റ്റ് 14 ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ഇമോഷൻസ് ഇൻ ബിസിനസ് ഗ്രോത്ത് അല്ലെ. ബിസിനസ് ഗ്രോത്തിൽ ഇമോഷൻസിന്റെ ഇമ്പോർട്ടൻസ് അത് നമ്മുടെ കിയോസാക്കിയുടെ പുസ്തകം നോക്കിയിട്ട് ഞാൻ പറഞ്ഞു തന്നിരുന്നു ഇമോഷൻസ് എത്ര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. അതുപോലെ ടോണി റോബിൻസിന്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു, ആളുകൾ കരയുന്ന രംഗം കണ്ടു. ബിസിനസ് ക്ലാസ് ആണ് നടന്നത്, പക്ഷെ ആളുകൾ കരയുന്ന രംഗങ്ങൾ കണ്ടു. സച്ച് ആൻ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കി. പിന്നെ അതുപോലെ തന്നെ ഇന്നർ കറേജ് തെറാപ്പി ചെയ്ത് ഓർക്കുന്നില്ലേ? പറയേണ്ട ആവശ്യമില്ല. ഇന്നർ കറേജ് തെറാപ്പിയുടെ കാലം വീണ്ടും വീണ്ടും ആലോചിക്കുക, അശ്രമൊക്കെ പ്രത്യേകം ആലോചിക്കുക. 10%, 5 to 10% നിങ്ങൾ വിജയിച്ചിനോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ തോന്നുന്നു. അശ്രഫ് സാർ ടൈപ്പ് ഇറ്റ് 5 or 10. നമുക്ക് വെയിറ്റ് ചെയ്യാം, അപ്പോൾ ടൈപ്പ് ചെയ്തിട്ട് സമയം ലാഭിക്കാം. അതുപോലെ തന്നെ കറേജ്, ഇന്നർ കറേജ് അകത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഓക്കെ 10% ഇംപ്രസ്. ഓക്കെ, വെരി ഗുഡ്. അകത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് കറേജ് അകത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് കൂടുമെന്ന് മനസ്സിലാക്കി, കേപ്പബിലിറ്റി കൂടും എന്നുള്ള കാര്യം മനസ്സിലാക്കി ഓർക്കുന്നുണ്ടോ? മൈൻഡ് റികളക്ട് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, ആ കേപ്പബിലിറ്റിയിലൂടെ എന്ത് ചെയ്യുന്നു? കമ്മിറ്റ്മെന്റ് കൂടുന്നു. അത് നമ്മൾ മനസ്സിലാക്കി. നെക്സ്റ്റ് വൺ ഈസ് കോൺഫിഡൻസ് തെറാപ്പി ചെയ്തു അല്ലെ. കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനുള്ള തെറാപ്പി ചെയ്തു. അതുപോലെ തന്നെ കോൺഫിഡൻസ് തെറാപ്പിയിലൂടെ കോൺഫിഡൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി കൂടുമെന്നുള്ള കാര്യം മനസ്സിലാക്കി. അത് കൂടുകയും ചെയ്ത് പലരും അത് അപ്ലൈ ചെയ്ത് ഓൾറെഡി. നമുക്ക് ഇനി അതിലേക്ക് വരാം. അതുപോലെ തന്നെ അതിലൂടെ കൺവിക്ഷനും കൂടി. കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ ബോധ്യത, ദൃഢ ബോധ്യം. മറ്റൊന്നാണ് ആങ്കറിങ് അല്ലെ. തെറാപ്പിയിലൂടെ ആങ്കറിങ് നമ്മൾ ചെയ്തു. അതുപോലെ തന്നെ ആങ്കറിങ് എന്നാണ് പറഞ്ഞ് മനസ്സിലാക്കി. 20 ന്യൂറോളജിക്കൽ അലൈൻമെന്റ് തെറാപ്പി ചെയ്തു. സെക്കൻഡ് ഇയറിൽ നമ്മൾ ചെയ്തത് ന്യൂറോളജിക്കൽ അലൈൻമെന്റ് തെറാപ്പി ഓർക്കുന്നില്ല. ഓരോ ലെവലുകളിലൂടെ പാസ് ചെയ്ത് എൻവയോൺമെന്റ്, ബിഹേവിയർ, കാപ്പബിലിറ്റി ഓർക്കുന്നില്ല. ബിലീഫ് സിസ്റ്റം, വാല്യൂ സിസ്റ്റം, അതുപോലെ തന്നെ ഐഡന്റിറ്റി ആൻഡ് പർപ്പസ്. അതിന് തിരിച്ച് വീണ്ടും പോകുന്നു. പർപ്പസ്, നമ്മൾ പുതിയ പർപ്പസ് മനസ്സിലാക്കി തിരിച്ച് വന്നു. ഇതെല്ലാം ഓരോ ഇനിയും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന അത്ര ചെയ്യുക എന്നേ പറയാം. വീണ്ടും ചെയ്യാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വീണ്ടും ചെയ്യേണ്ടതാണോ അതല്ല അവിടെ ഒഴിവാക്കി വെക്കേണ്ട സാധനമാണോ? അതൊരു ക്ലാസ് കിട്ടി, അത് കഴിഞ്ഞു, ആ ക്ലാസ് കഴിഞ്ഞു, അങ്ങനെയാണോ?
ആ പേപ്പറൊക്കെ അങ്ങ് മാറ്റി വെക്കും. അങ്ങനെയാണോ? നോ. ഓരോന്നും എന്താണ്? ബില്യൺ ഡോളർ നോളജ് ആണ്. ആണോ അല്ലയോ? കമോൺ ടൈപ്പ്. യെസ് എന്ന് പറഞ്ഞവർ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇത് വീണ്ടും ഓരോ തവണ ചെയ്യേണ്ടത്, അല്ലാതെ വലിച്ചെറിയേണ്ട സാധനങ്ങളല്ല. അത്രയും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഗ്രോത്ത് കൂടാൻ, പ്രോഫിറ്റ് കൂടാൻ, മണി വർദ്ധിക്കാൻ, അല്ലെ, എല്ലാറ്റിലും എല്ലാ അർത്ഥത്തിലും ബിസിനസ് ഗ്രോത്തിന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും എത്ര തവണ ആവർത്തിച്ചാലും മതി വരാത്ത സംഗതികളാണ്. അതോടൊപ്പം നേരത്തെ നെബ്രാസ് സാർ പറഞ്ഞ പോലെ എന്താണ് നെബ്രാസ് അല്ല പറഞ്ഞത്, സെറട്ടോണിൻ വർദ്ധിക്കുക എന്നുള്ളത്, അല്ലെ. ഓരോ തവണ തെറാപ്പികൾ ചെയ്യുമ്പോഴും ഈ ലെവൽ ബിസിനസ് ചെയ്യുമ്പോഴും സെറട്ടോണിൻ ബേസ്ഡ് ബിസിനസ് അതാണ് വരുന്നത്, ആ ലെവൽ. ഓക്കെ, ഇവിടെ എത്തി നമ്മള് ന്യൂറോളജിക്കൽ അലൈൻമെന്റ് തെറാപ്പി 21 3 types of understanding or learning നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്റലക്ച്വൽ ലെവൽ ലേണിംഗ്, ഇമോഷണൽ ലേണിംഗ്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. കിയോസാക്കിയുടെ പുസ്തകത്തിൽ തന്നെ ഞാൻ അത് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു തുടക്കത്തിൽ തന്നെ. അപ്പൊ 3 ലെവൽ ലേണിംഗ് ആണ് നമ്മൾ ആ കോഴ്സിൽ ചെയ്തത്. 3ഉം അപ്ലൈ ചെയ്തു. ഇന്റലക്ച്വൽ ലെവൽ കാര്യങ്ങൾ മനസ്സിലാക്കി, അവിടെ ഇന്റലക്ച്വൽ കൊണ്ട് നിങ്ങൾ വിട്ടില്ല. പ്ലസ് എന്ത് ചെയ്തു? ഇമോഷണൽ ലെവൽ നടന്നു. അതോടൊപ്പം എന്ത് അല്ലെ, ചില ചിരിച്ചു, ചിലക്ക് കരച്ചിൽ വന്നു, ചില ആഹ്ലാദം കൊണ്ടു, ചിലക്ക് യൂഫറി വന്നു, ചിലക്ക് ലവ് വന്നു. സോ മെനി തിങ്സ് ഹാപ്പൻഡ് ഇൻ ദി ക്ലാസ്, റൈറ്റ്? അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു. ചിന്ത മാത്രമല്ല, കോഗ്നിറ്റീവിൽ നിന്ന് എക്സ്പീരിയൻസിലേക്ക്. അത് ലോ ഓഫ് അട്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തു, അല്ലെ. സാൻഡ്രോ കാരക്ക മറ്റൊക്കെ പറഞ്ഞു ഓർക്കുന്നില്ല, ലോ ഓഫ് അട്രാക്ഷൻ ചെയ്തു. എന്തുകൊണ്ടാണ് ചിലർക്ക് ലോ ഓഫ് അട്രാക്ഷൻ വിജയിക്കാത്തത് എന്ന് പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? ഓർക്കുന്നവർ ടൈപ്പ് ചെയ്യുക. ഒരു കാരണം ഞാൻ പറഞ്ഞത് ഇതായിരുന്നു എന്റെ കാരണം. ആരാണ് പറയുന്നത് നോക്കട്ടെ. എന്റെ ഇടയിൽ ശുക്കൂർ സാർ ആളെ സെലക്ട് ചെയ്ത വിജയ് ആയിരുന്നെങ്കിൽ പറയട്ടോ, ആളെ പേര് പറയരുത്. അത് സംഗതി ആയോ ഇല്ലയോ എന്ന് മാത്രം അറിയിച്ചു മതി. ഓക്കെ, ഈഗോ നോ. യെസ്, സംബഡി ടൈപ്പ് ഇറ്റ്. സംബഡി കൈനസ്തെറ്റിക് ആരോ ടൈപ്പ് ചെയ്തു. യെസ്, ദാറ്റ്സ് എ കറക്റ്റ് ആൻസർ, അല്ലെ. വിഷ്വലൈസേഷൻ ആണ് ബേസിക്കലി എന്ത് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത്. പക്ഷെ പലപ്പോഴും പലർക്കും അത് വർക്ക് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണ്? കെനസ്തെറ്റിക്കിന്റെ അഭാവമാണ്, അല്ലെ. ഇമോഷൻ അല്ലെ, അനുഭവത്തിന്റെ അഭാവമാണ് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു? കെനസ്തെറ്റിക്കിനെ കൂടി ആഡ് ചെയ്തു അതിന്റെ കൂടെ, ഇമോഷൻ. അപ്പോൾ അതിശക്തമായ റിസൾട്ടാണ് അതിലുണ്ടായത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്ത വേറെ കാര്യം എന്താണ്? ലോ ഓഫ് അട്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തു. അഫിർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. വാട്ട് ഈസ് അഫിർമേഷൻ എന്ന് പറഞ്ഞു. അഫിർമേഷൻ ഈ പറഞ്ഞതുപോലെ പല കേസിലും വിജയിക്കാതിരിക്കാനുള്ള കാരണത്തെ പറ്റി പറഞ്ഞു. എന്താണ് ഓർക്കുന്നുണ്ടോ? അഫിർമേഷൻ വിജയിക്കാതിരിക്കാനുള്ള കാരണം എന്താണ് പറഞ്ഞത്? ദാറ്റ്സ് ഓൾസോ യെസ്, കമോൺ. എന്തോന്ന് ആഡ് ചെയ്തു? അഫിർമേഷന് കൂടെ എന്തോന്ന് ആഡ് ചെയ്ത് ഓർക്കുന്നില്ല നമ്മൾ? അഫിർമേഷൻ പറഞ്ഞ തലയിൽ നിന്നൊക്കെ പറഞ്ഞ ഓർക്കുന്നില്ല? തെറാപ്പി ഓർക്കുന്നില്ലേ? യെസ്, ഇമോഷൻ. അത് NLP ഭാഷ പറഞ്ഞാൽ കൈനസ്തെറ്റിക്കിനെ നമ്മൾ ആഡ് ചെയ്തു. കൈനസ്തെറ്റിക് ഈസ് ദ സീക്രട്ട് ഓഫ് സക്സസ്. അൾട്ടിമേറ്റ്ലി ഇമോഷൻസ്, അത് എക്സ്പീരിയൻസ് ഓർ കൈനസ്തെറ്റിക്, മറ്റു വ്യത്യസ്ത ഭാഷ എന്നേ ഉള്ളൂ. ആ അനുഭവ തലത്തിൽ അത് വരുമ്പോഴാണ് നമ്മൾ അങ്ങനെയായി മാറും. നമ്മൾ അങ്ങനെയായി മാറുമ്പോഴാണ് നമ്മളിലേക്ക് കസ്റ്റമർ അട്രാക്ട് ചെയ്യുന്നത്, മണി അട്രാക്ട് ചെയ്യുന്നത്, എല്ലാം അട്രാക്ട് ചെയ്യുന്ന ആ സമയത്താണ്. ഓക്കെ, ശരി. ഇനി അഫിർമേഷൻ തെറാപ്പി ചെയ്തു. ടോണീസ് എക്സ്പ്ലനേഷൻ, അല്ലെ, വിത്ത് വീഡിയോ വെച്ചിട്ട് ടോണിയുടെ ബിലീഫും അതുപോലെ പൊട്ടൻഷ്യൽ ആക്ഷൻ റിസൾട്ട് നമ്മുടെ ഒരു ഡയഗ്രാം വെച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ കൂടുതലേക്ക് പോകുന്നില്ല, നമുക്ക് സ്പീഡാക്കാം. 9:10. ഓക്കെ, ബിലീഫ് സിസ്റ്റം ഉദാഹരണ സഹിതം പറഞ്ഞു, അല്ലെ. പന്നി മാംസമൊക്കെ കഴിച്ച ഉദാഹരണ സഹിതം ബിലീഫ് സിസ്റ്റം മനസ്സിലാക്കില്ല. ബിലീഫിലൂടെയാണ് നമ്മുടെ ബിഹേവിയർ അവസാനം സംഭവിക്കുന്നത് എന്നുള്ള പറഞ്ഞു ഓർക്കുന്നില്ലേ? ഒരു മനുഷ്യന്റെ ചിത്രമൊക്കെ വരച്ചിട്ട് ഓർക്കുന്നില്ലേ നിങ്ങൾ? വെരി ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഇമ്പോർട്ടൻസ് വളരെ ആഴത്തിലേക്ക് പോകുമ്പോഴാണ് ബിലീഫ് സിസ്റ്റത്തിന്റെ ആഴം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. കാരണം അൾട്ടിമേറ്റ്ലി നമ്മുടെ ബിഹേവിയർ എന്നുള്ളത് എന്താണ്? ബിലീഫ് സിസ്റ്റം. ഓർക്കുന്നില്ല അതൊക്കെ? ബിലീഫ് സിസ്റ്റം മനസ്സിലായിട്ടില്ല, അതാണ് ലാസ്റ്റ് ബിഹേവിയർ ആയിട്ട് മാറുന്നത് മനസ്സിലാക്കിയത്. ഓക്കെ, കൂടുതൽ പോകുന്നില്ല, നമുക്ക് ഏത് മറ്റുള്ള കോച്ചിങ് സെഷനിൽ അത് വരും, വ്യത്യസ്ത ക്ലാസ്സുകളിൽ ഡീപ്പിൽ പോകും. അതുപോലെ തന്നെ വാല്യൂസ് ഉദാഹരണ സഹിതം മനസ്സിലാക്കിയല്ലോ. ഒരു കമ്പാഷൻ ഉള്ള ആള് എങ്ങനെയാണ് ഒരു ആക്സിഡന്റ് കാണുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ഉദാഹരണം പറഞ്ഞുകൊണ്ട് വാല്യൂ സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടന്റ് പറഞ്ഞല്ലോ. ഓക്കെ, ശരി. പിന്നെ അതുപോലെ ഇത്രയും കാര്യങ്ങൾ 2 ദിവസം കൊണ്ട് പഠിച്ചു നിങ്ങൾ. അത്ഭുതം. ആർക്കാണ് വണ്ടർ ഫീൽ ചെയ്യുന്നത്? ഇത്രയൊക്കെ പഠിച്ചിനോ എന്നുള്ളത്? 2 ദിവസം ഇത്രയും പഠിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞു നിങ്ങൾ? ഹൂ ഫീൽസ് വണ്ടർ ഫീൽ ചെയ്യുന്നത്? ഇത്രയും വാവ് ഫീൽ ചെയ്യുന്നവർ വണ്ടർ ഫീൽ W എന്ന് ടൈപ്പ് ചെയ്യാം. ഇത്രയും കാര്യം മനസ്സിലാക്കിയിരുന്നു അല്ലേ? ഞാൻ പകുതി വായിച്ചിട്ടുള്ളൂ ഇനി കേട്ടാ, പകുതിയേ ഉള്ളൂ. W, കമാൺ, ഫാസ്റ്റ്. യെസ്, വണ്ടർഫുൾ. വണ്ടർ അടിക്കാണ് ഇത്രയും പഠിച്ചെന്നുള്ളത്. യെസ്, വെരി ഗുഡ്. ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അസ്ലം സാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നിങ്ങൾ തെറാപ്പി വെച്ച് മാത്രം കോഴ്സിനെ വിലയിരുത്തുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടായി പോകരുത്. അത് നമ്മളെ സമയം ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡിൽ നിന്നല്ല വരുന്നത്, അത് നിഷേധാത്മക മൈൻഡിലേക്കാണ്. തെറാപ്പി എത്ര കണ്ട് വിജയിക്കും ഡിപ്പെൻഡിങ്, അത് നിങ്ങളുടെ ട്രസ്റ്റ് കാര്യങ്ങൾ, അത് ഞാൻ 5% വിജയിച്ചാൽ
1% വിജയിച്ചാണ് സക്സസ് ആണ്. 1% നിങ്ങൾ വിജയിച്ചാൽ ഏതിൽ തെറാപ്പിയുടെ കാര്യത്തിൽ സക്സസ് ആണ്. കാരണം എന്താ, ഇത്രയും വലിയ നോളജാണ് നമ്മളവിടെ കംപ്ലീറ്റ് അത്ഭുതകരമായ രീതിയിൽ 2 ദിവസം കംപ്ലീറ്റ് പോയത്. പക്ഷെ നിങ്ങളൊന്നും അറിഞ്ഞില്ല. കാരണം ടൈം ഡിസ്റ്റോഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് അവിടെ നടന്നത്. നിങ്ങൾ സമയം പോയത് അറിഞ്ഞിരുന്നു? രാവിലെ വന്നിട്ട് വൈകുന്നേരം ആയത് അറിഞ്ഞോ ഇല്ലയോ? എത്ര സോ ഫാസ്റ്റ് ആയിട്ടാണ് ഇത് പോയതെന്ന് പറയുന്നത്. ഫാസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക, ഫാസ്റ്റ് ആയിട്ട് പോയത്, സമയം പോയത് അറിഞ്ഞില്ല. ഫാസ്റ്റ് ആയിട്ട് സോ ഫാസ്റ്റ്, പെട്ടെന്ന് ഫാസ്റ്റ് കമാൺ, ഫാസ്റ്റർ ടൈപ്പ് ചെയ്യുക, ഫാസ്റ്റർ കമാൺ, 100% പാർട്ടിസിപ്പേഷൻ കമാൺ, ഫാസ്റ്റ് ആയിട്ടാണ് സമയം പോയത്. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ അവിടെ എന്താണ് ഒരു എൻവയോൺമെന്റ്, ഒരു കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഒരു എനർജി വലയം സൃഷ്ടിക്കുന്നു ആ സമയത്ത്. അതിന്റെ ഇടയിൽ ഒരുപാട് സംഗതികൾ കയറിയിട്ടുണ്ട്. ഇപ്പൊ ഓരോന്ന് എടുക്കുമ്പോഴാണ് മൊബൈലിൽ സാർ ഇത്രയും കാര്യങ്ങളൊക്കെ അന്നൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ഓർക്കുന്നില്ലേ? ഇനി വായിക്കാൻ ഞാൻ കിടക്കുന്നുള്ളൂ, നോക്കി ഇനിയുണ്ട് 45 കാര്യങ്ങളാണ് എന്റെ ഓർമ്മയെന്ന് വന്നത്. അതിന് പുറമേ ഉണ്ടെങ്കിൽ ഓർമ്മിക്കാം. സച്ച് എ ഫാസ്റ്റ് ആയിരുന്നു ടൈം പോയത്. അതുപോലെ തന്നെ അഫർമേഷൻ തിയറി തെറാപ്പി, അഫർമേഷൻ തെറാപ്പി നമ്മൾ ചെയ്യുകയും ചെയ്തു. ടോണി സെസ്മൻ, ബിലീഫ് സിസ്റ്റം, ഓക്കെ, വാല്യൂ സിസ്റ്റം. അതുപോലെ ഐഡന്റിറ്റിയെ കുറിച്ച് ഒരുപാട് പറഞ്ഞത്. ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ എന്നുള്ള സംഗതിയൊക്കെ ചെയ്ത് കോൺട്രിബ്യൂട്ടറായി മാറിയത്. പർപ്പസ് എക്സ്പ്ലെയിൻ ചെയ്തു ഒരുപാട്, അല്ലെ? ഒരുപാട് കാര്യങ്ങൾ പർപ്പസിനെ കുറിച്ച് പറഞ്ഞു. കേപ്പബിലിറ്റീസിനെ എക്സ്പ്ലെയിൻ ചെയ്തു, സ്കില്ല്, ടാലന്റ് ഒക്കെ പറഞ്ഞു. ബിഹേവിയർ ലെവൽ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ന്യൂറോളജിക്കൽ ലെവലിന്റെ 7 ലെവലിന്റെ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഹൗ ടു അലൈൻ ഓൾ ദ ലോജിക്കൽ ലെവൽസ്, ഇതൊക്കെ എങ്ങനെ അലൈൻ ചെയ്യണം എന്നുള്ളതും അതോടൊപ്പം അലൈൻമെന്റ് ചെയ്യുന്ന തെറാപ്പിയും ചെയ്തു, വിഷ്വൽ ടെക്നിക്കൽ തെറാപ്പിയും ചെയ്തു. പിന്നെ അതുപോലെ ഡിഫറെന്റ് ലെവൽസ് ഓഫ് മൈൻഡ് നമ്മളെന്ന് മനസ്സിലാക്കി. ഓർക്കുന്നില്ല അത്? അതായത് കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, അതിന് സൂപ്പർ കോൺഷ്യസ് മൈൻഡ് ഓർ മെറ്റാ കോൺഷ്യസ് മൈൻഡ്. ഓരോ ലെയറുകൾ ആയിട്ട് നമ്മളത് മനസ്സിലാക്കി. ഡിഫറെന്റ് ലെവൽസ് ഓഫ് മൈൻഡ്. 3 തരം മണിയെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു. ഒന്ന് ടൈപ്പ് ചെയ്യാമോ? 3 തരം മണി ഏതൊക്കെയാണത്? ഹാപ്പി മണി, കമോൺ, ഹാപ്പി മണി, യെസ്, ഹാപ്പി മണി, സാഡ് മണി ആൻഡ് ബാഡ് മണി. ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ റിക്കളക്ട് ചെയ്ത് വരുന്നുണ്ടാവും. കാരണം ഇത് ക്ലാസ്സിൽ നമ്മളൊന്നും കൂടി ഓർമ്മിക്കുകയാണ്. ഓക്കെ, യെസ്, ബാഡ്, സാഡ്, ഹാപ്പി. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഹാപ്പി മണി എന്താണെന്ന് മനസ്സിലാക്കി, സാഡ് മണി എന്താണെന്ന് മനസ്സിലാക്കി, അതുപോലെ തന്നെ എന്താണ് ബാഡ് മണി മനസ്സിലാക്കി. ഹാപ്പി മണിയാണ് നമ്മൾ സമ്പാദിക്കേണ്ടത് മനസ്സിലാക്കി. എത്രയും സമ്പാദിക്കാം. കാരണം ഞാൻ പറഞ്ഞു, നമ്മൾ സമ്പാദിക്കുന്നില്ല എങ്കിൽ ക്രിമിനൽസിന്റെയും അതുപോലെ തന്നെ ടെററിസ്റ്റുകളുടെയും അവരുടെയൊക്കെ കയ്യിലേക്കാണ് ഇത് പോവുക. അതുകൊണ്ട് നല്ലവരായ ആളുകൾ സമ്പാദിക്കും. ക്ലിയർ സനൽകുമാർ സാർ? അറി വിത്ത് മീ? നല്ലവരായ നമ്മുടെ നല്ല നീയത്തോട്, നല്ല ഉദ്ദേശത്തോട് നമ്മൾ സമ്പാദിക്കുക. അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഓക്കെ. ഹാപ്പി മണി എത്രയും സമ്പാദിക്കാൻ. ഓക്കെ, അവസരം മണി ഈസ് ഈക്വൽ ടു ഗ്രാറ്റിറ്റ്യൂഡ് ആണ് മനസ്സിലാക്കി. 35 മണി ഈസ് ഈക്വൽ ടു പ്രൈസ് ആണ്, അല്ലെ? പ്രൈസ് ദ ലോർഡ്, ദൈവത്തെ സ്തുതിക്കാനുള്ള അവസരം കിട്ടുകയാണെന്നുള്ള ഉദാഹരണ സഹിതം എന്നുവെച്ചാൽ ഉദാഹരണമൊക്കെ പറഞ്ഞു, അല്ലെ? കുട്ടികൾ ചേർക്കാൻ പോകുന്ന ഉദാഹരണം, അതുപോലെ തന്നെ കാറ് വാങ്ങുന്ന ഉദാഹരണം പറഞ്ഞു, പുതിയ വീട് വെക്കുന്ന ഉദാഹരണം പറഞ്ഞു. സനൽകുമാറിനെ പോലത്തെ ആളാണെങ്കിൽ പുതിയ വീട് വെച്ചു കൊടുക്കുന്ന ഉദാഹരണമാണ്. അപ്പൊക്കെ ദൈവത്തെ സ്തുതിക്കാനും ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് എത്താനുള്ള അവസരമാണ് മണിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ റീഫ്രെയിമിംഗ് എന്താണ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. നോക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രത്യേക ഫ്രെയിമിലാണ് ഉള്ളത്, പ്രത്യേക ഫ്രെയിമാണ് മറ്റൊരു ഫ്രെയിമിലേക്ക് മാറുക, അല്ലെ? ഫ്രെയിമാകെ മാറിയില്ലേ? അതല്ലേ മുഹമ്മദ് ഷാനൊക്കെ പറഞ്ഞത്. മുമ്പ് ചെയ്ത പോലെയല്ല ഇപ്പൊ ബിസിനസ് ചെയ്യുന്നത്. മെന്റൽ ഫ്രെയിം ആകെ മാറിയിരിക്കുകയാണ്. മുമ്പ് പൈസ ഉണ്ടാക്കാം. ഇപ്പൊ കോൺട്രിബ്യൂട്ട്, ഹെൽപ്പിംഗ് അതേഴ്സ്, ഹൗ കെൻ ഐ ഹെൽപ്പ് അതേഴ്സ്. ആ ഫ്രെയിം ആയിട്ട് പഴയ ഫ്രെയിം അങ്ങ് പൊട്ടിപ്പൊളിഞ്ഞ് പോയിരിക്കുകയാണ്. ഗ്യാരണ്ടിയാണ്, വീണ്ടും ഞാൻ ഗ്യാരണ്ടി നൽകുന്നു. അന്നത്തെ കൂടുതൽ നിങ്ങൾക്ക് കൂടുതൽ കസ്റ്റമറെ കിട്ടുക തന്നെ ചെയ്യും. അല്ല എങ്കിൽ ഈ പ്രകൃതിയുടെ നിയമം, ഫിസിക്സിന്റെ നിയമം തെറ്റാണ്, സ്പിരിച്വൽ നിയമം തെറ്റാണെന്ന് ഇതിനർത്ഥം. അതൊരിക്കലും തെറ്റൂല. നമുക്കറിയാലോ, രണ്ടും കൂട്ടിയാൽ എപ്പോഴും 4 മാത്രമേ കിട്ടുള്ളൂ. സൂര്യൻ എന്നും കിഴക്ക് മാത്രമേ എത്തിക്കുള്ളൂ. ദാറ്റ്സ് എ അൾട്ടിമേറ്റ് ട്രൂത്ത്. അതേപോലെയുള്ള സത്യമാണ്. നിങ്ങൾ കസ്റ്റമർ കൂടിയിരിക്കും, കസ്റ്റമറുടെ സെയിൽ കൂടിയിരിക്കും. നമുക്കറിയാം, ബിസിനസ് സെയിലാണ് ആദ്യം, സെയിലാണ് കസ്റ്റമർ കിട്ടുക, സെയിൽ നടക്കുക, പ്ലസ് ഓട്ടോമാറ്റിക്കലി മണി ഫ്ലോ, ക്യാഷ് ഫ്ലോ സംശയം. ഇതെല്ലാം ലൈഫിൽ, ബിസിനസ് ലൈഫിൽ പ്രാക്ടിക്കലി എക്സ്പീരിയൻസിൽ സംഭവിക്കേണ്ട സംഭവം മാത്രമാണ് മനസ്സിലാക്കിയത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് BS പോകുന്ന കാര്യം. ഓർക്കുന്നുണ്ടോ? എന്താണ് PS എന്ന് ഞാൻ പറഞ്ഞത്? എന്താണ് DS? ഓർക്കുന്നുണ്ടോ? എന്താണ് വാട്ട് ഈസ് PS? Come on, everybody, come on, type it. What is PS? Type it. Come on. Present state. നിങ്ങളുടെ ബിസിനസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ അവലോകനം ചെയ്ത് കുറെ എഴുതിയൊക്കെ ചെയ്തല്ലേ? എഴുതിയതൊക്കെ ഓർക്കുന്നില്ലേ?
യെസ്, പ്രസന്റ് സ്റ്റേറ്റ് നോക്കി അതിന്റെ ഡിസിഷൻസ് നമ്മൾ എത്താനുള്ള അവസ്ഥ, എവിടത്തേക്കാണ് എത്താനുള്ള സ്റ്റേറ്റ് നോക്കി. അതോടൊപ്പം തന്നെ കുറച്ച് എന്ത് പറഞ്ഞു, ഈ പ്രസന്റ് സ്റ്റേറ്റ് മാറണമെങ്കിൽ ആരാണ് യഥാർത്ഥത്തിൽ മാറേണ്ടതെന്നുള്ളത് പറഞ്ഞു. എന്താണത്? പ്രസന്റ് ഐഡന്റിറ്റിയാണ് ശരിക്കും വേണ്ടത്. ഓർക്കുന്നില്ലേ? ഐഡന്റിറ്റിയാണ് ഇപ്പൊ മാറിയതും അതാണ് റിസൾട്ട് വന്നത്. പ്രസന്റ് ഐഡന്റിറ്റിയിൽ നിന്ന് ഡിസൈഡ് ഐഡന്റിറ്റിയിലാണ് പോകേണ്ടത് എന്നുള്ളതാണ് 39ാമത്തെ പോയിന്റ്. 40ാമത്തെ പോയിന്റ് ആണ് 8 സ്പോക്സ് ഓഫ് ബിസിനസ് സക്സസ്. ഓർക്കുന്നുണ്ടോ? ബിസിനസ് വിജയത്തിന്റെ 8 കമ്പികള്, സൈക്കിൾ ടയറിന്റെ കമ്പികളായിട്ട് വരച്ചത് ഓർക്കുന്നില്ലേ? എന്റെ നിബ്ര സാർ, ഇത്രയും കാര്യം നിങ്ങൾ പഠിച്ചല്ലോ അല്ലെ? ഇതത്ര കാര്യങ്ങളെ 2 ദിവസം നിങ്ങൾ പഠിച്ചത് ഇപ്പൊ അത്ഭുതപ്പെടുന്നില്ലേ അല്ലെ ശംസുദ്ദീൻ സാർ? എന്തായാലും ഇത്രയും ഇതൊക്കെ ഇനിയുണ്ടാവും, ഇനി ഒരുപാടുണ്ടാവും. ഞാൻ വിട്ടത് നിങ്ങൾ സൂചിപ്പിക്കണേ, ഒരുപാടുണ്ടാവും. ഓക്കെ, 8 സ്പോക്സ് ഓഫ് ബിസിനസ് സക്സസ് ഞാൻ പറയുന്നില്ല, നിങ്ങളത് മനസ്സിലാക്കി. ഓൺ ദ ഫണ്ടമെന്റൽസ് ഓഫ് NLP മനസ്സിലാക്കി. NLPയുടെ ഫണ്ടമെന്റൽസ് എന്താന്ന് വിശദമായിട്ട് പറഞ്ഞു തന്നു. അതുപോലെ ദ ന്യൂറോ സയൻസ് ഓഫ് മണി മേക്കിംഗ് അല്ലെ, ദ ന്യൂറോ സയൻസ് അല്ലെങ്കിൽ കെമിസ്ട്രി നേരത്തെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. നോ പ്രോബ്ലം ഓഫ് തെറാപ്പി നൗ അറ്റൻഡിങ് ഓൾ കോഴ്സ് അണ്ടർ ഓക്കെ അശോക് സാർ, ഓക്കെ, വെരി നൈസ്, താങ്ക് യു വെരി മച്ച്. അപ്പോ എന്താ പറഞ്ഞത്? നെക്സ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ദ ന്യൂറോ സയൻസ് ഓഫ് മണി മേക്കിംഗ് ഓർക്കുന്നില്ലേ? അതായത് പണം ഉണ്ടാക്കാൻ പറ്റൂല എന്നുള്ള, പണം ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഉൽപ്പാദിപ്പിക്കുന്ന അഡ്രിനാലിനാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓർക്കുന്നില്ല അത്? അതേ സമയത്ത് പണം ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സെറട്ടോണിൻ, നേരത്തെ മുഹമ്മദ് ഷാജൻ സാറിനെ ഹലവലേക്കാം. ഓക്കെ, പിന്നെ 43rd പോയിന്റ് 2 ടൈപ്സ് ഓഫ് ഫിയേഴ്സ് പറഞ്ഞത് ഓർക്കുണ്ടായിരുന്നു. 2 തരം ഭയങ്ങളാണ് പൊതുവെ മനുഷ്യരുണ്ടാവാറ്. ബിസിനസ്സുകാർക്ക് പ്രത്യേകിച്ച് ഉണ്ടാകുന്ന 2 തരം ഭയങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ആ ഭയങ്ങൾ മാറ്റാൻ തന്നെയാണ് 2 ടൈപ്പ് തെറാപ്പിയും ചെയ്തത്. ഓർക്കുണ്ട് ഏതാണത്? ഒന്ന് ഫിയർ ഓഫ് ബിഗിനിങ് അല്ലെ, തുടങ്ങാനുള്ള പേടി, തെറ്റിപ്പോ ഫിയർ ഓഫ് മിസ്റ്റേക്സ് എന്ന് പേരാണ്, തെറ്റിപ്പോകുന്ന പേടി. നമ്പർ 2 ഫിയർ ഓഫ് എൻഡിങ്, ആങ്സൈറ്റി ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ആങ്സൈറ്റിക്കാരാണ് അല്ലെ. ഇത് ശരിക്കും പൂർത്തിയാക്കിയിട്ടുള്ള ഫിയർ ഓഫ് റിജക്ഷൻ ആണ് അവിടെ. ഞാൻ റിജക്ട് ചെയ്യപ്പെടുമോ, തുടങ്ങി വെച്ചു, പക്ഷെ ഇത് ചെയ്ത് പൂർത്തിയാക്കിയിട്ട് അവസാനം മാനേജർ ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ MD ഇത് അക്സെപ്റ്റ്, ഫിയർ ഓഫ് റിജക്ഷൻ, അല്ലെങ്കിൽ പാർട്ണർ ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഫിയർ ഓഫ് 2 തരം ഫിയർ വിശദമായിട്ട് പറഞ്ഞിരുന്നു. അതിലേക്ക് പോകുന്നില്ല, അത് ക്ലിയർ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്തത്? തെറാപ്പി ചെയ്തത്. ഓക്കെ, നമ്പർ 44 5 ഏരിയാസ് ഓഫ് ലൈഫ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞത് ഫിനാൻഷ്യൽ ഏരിയ അല്ലെ, ഹെൽത്ത്, റിലേഷൻഷിപ്പ്, ബിസിനസ് ആൻഡ് കരിയർ, ഇന്നർ ലൈഫ്, ഇതൊക്കെ നമ്മൾ പൂരിപ്പിച്ചിരുന്നു. 44. 45 3 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞിരുന്നു. ആരാണെന്ന് ഓർക്കുന്നത്? ഓർക്കുന്നുണ്ടോ? എനിബഡി റിമെമ്പർ 3 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ. ഒന്ന് communication with others, communication with ourselves, self-talk, and communication with the universe or God or Lord, അല്ലെ, ക്രിയേറ്റർ. ഞാൻ എഴുതി വെച്ചതിന്റെ ലാസ്റ്റ് ഇതാണ് 46. Very good. You don't attract what you desire, you attract what you are. നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതോ ഡിസയർ ചെയ്യുന്നതോ ചിന്തിക്കുന്നതോ അല്ല ആക്ച്വലി, മറിച്ച് നിങ്ങൾ എന്താണോ ആയി മാറിയത്, നിങ്ങൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് അട്രാക്ട് ചെയ്യുന്നു. നിങ്ങൾ കോൺട്രിബ്യൂട്ടർ ആകുമ്പോൾ കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യുന്നു, കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നു, കൂടുതൽ മണി വരുന്നു, ക്യാഷ് ഫ്ലോ വരുന്നു, എല്ലാം വരുന്നു. അങ്ങനെ ആവുക എന്നുള്ളത് അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഇനി എന്തെങ്കിലും ഇക്കൂട്ടത്തിൽ ഞാൻ പറയാത്ത കൂട്ടത്തിൽ എന്തെങ്കിലും വിട്ടുവന്നെ ഒന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ എവരിബഡി, വാല്യൂസ് വേറെ എന്താണ് പുതുതായിട്ട് വല്ലതും വന്ന് നോക്കട്ടെ പോയിന്റുകൾ. സെക്യൂരിറ്റി, ചോയ്സ്, യെസ്, പുതിയത് കിട്ടണമെങ്കിൽ ഇപ്പോഴുള്ളത് ഒഴിവാക്കണം. വെരി ഗുഡ്. യെസ്, പുതിയത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ ഉള്ളത് ഒഴിവാക്കണം. നമ്മള് സനൽകുമാർ സാറിന് ബുക്കൊക്കെ കൊടുത്തുകൊണ്ട് പറഞ്ഞല്ലോ സാധനം. അത് നമ്മുടെ പഠനം എല്ലാം ഒരു സാന്ദർഭികമായിട്ടാണ് പോയത്. ക്രിയേറ്റിംഗ് എ സിറ്റുവേഷൻ തന്നെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം, ഒരു മൊമെന്റം ക്രിയേറ്റ് ചെയ്യണം, ഒരു എനർജി ഫീൽഡ്, എനർജി സർക്കിൾ അത് ക്രിയേറ്റ് ചെയ്ത് അതിലൂടെയാണ് എല്ലാം കയറിയത്. യെസ്, പിന്നെ വേറെ എന്താണ്? ഒരു സെക്കൻഡ്, വേറെ ആരോ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എക്സ്പെക്റ്റഡ് അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ,
അതുപോലെ തന്നെ വേറെ എന്തൊക്കെ ടൈപ്പ് ചെയ്യാൻ നോക്കട്ടെ. അതേഴ്സ് എക്സ്പ്രഷൻ, യെസ് 7% വേർഡ്സ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബാക്കിയുള്ളത് നോൺ വെർബൽ ആണെന്ന് നമ്മൾ പഠിച്ചു വന്നു. യെസ്, വെരി ഗുഡ്. ഒരുപാട് ഇത്രയും പോയിന്റുകൾ വന്നു പോയി എനിക്ക് തന്നെ അത്ഭുതമാകുന്നുണ്ട്. ഇത്രയും ഞാൻ അന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ പഠിപ്പിച്ചുള്ള ലൈഫ് അല്ലെങ്കിൽ ബിസിനസ്സിൽ എപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയ കാര്യങ്ങൾ മാത്രമേ വരികയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺഎക്സ്പെക്ടഡ് സംഭവിക്കുന്ന സമയത്ത് എക്സ്പെക്റ്റഡ് ആയിട്ട് ഫീലിംഗ് ലെവൽ ചേഞ്ച് വരും. ഫീലിംഗ് ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ പേഴ്സണൽ എക്കോണമി അല്ലെങ്കിൽ മെന്റൽ എക്കോണമി, അവിടെയാണ് സ്ട്രെങ്ത് വരേണ്ടത്. പുറത്തെ എക്കോണമി എപ്പോഴും ഫ്ലക്ച്വേഷൻ ആണ്, അസ്ഥിരതാണ്, മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, വാല്യൂ മുഹമ്മദ് ഷാജാൻ ടൈപ്പ് ചെയ്യുന്നതാണ്. വാല്യൂസ് ഓഫ് മണി, സെക്യൂരിറ്റി. യെസ് മണി നൽകുന്ന വാല്യൂസ് അല്ലെ, സെക്യൂരിറ്റിയാണ്, ചോയ്സ് ആണ്, ഫ്രീഡം ആണ്, ഹാപ്പിനെസ് ആണ്, ജോയ് ആണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി നൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ലെവലിലേക്ക് പോവാം. പോകുന്നതിന്റെ ഇടയിൽ ഒരൊറ്റ പോയിന്റ് കൂടി പറയാനുണ്ട്. അതായത് എന്താ നമ്മുടെ ഇന്നത്തെ ടാസ്കില് വിജയിച്ച ആളെ നമ്മൾ പ്രഖ്യാപിക്കാൻ പോവാണ്. ഓക്കെ, ടൈപ്പ് ചെയ്ത ഫസ്റ്റ് ടാസ്ക്. വേറെ ടാസ്ക് കൂടി ഉണ്ട്, രണ്ടാമത്തെ ടാസ്ക് കൂടി പറയാം, എന്നിട്ടാവും ഇത് ആള് പറയുന്നത്. രണ്ടാമത്തെ ടാസ്ക് ഇതാണ്. ഈ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇപ്പൊ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ട്രെയിനറായിട്ട് ഒരു സെൽഫി എടുക്കുക. പോയിന്റ് നമ്പർ 1. അത് രണ്ടാമത്തെ ടാസ്ക് വരാൻ പോവാണ്. ഒരു ടാസ്ക് കഴിഞ്ഞു, അതിന് വിജയം നമ്മൾ കണ്ടെത്തി ആളെ പ്രഖ്യാപിക്കാൻ പോകണം. ഏതാണെന്ന് ചോദിച്ചാൽ പ്രഖ്യാപിക്കാൻ പോകണം. സമ്മാനം കൊറിയറിൽ വീട്ടിലെത്തും. ഓക്കെ, അഡ്രസ്സ് പിന്നീട് തന്നാൽ മതി. ഓക്കെ, 2 ടാസ്ക്കാണ് ഇതിലുള്ളത്. രണ്ടാമത്തെ ടാസ്ക് ഇതാണ്. നിങ്ങൾ ട്രെയിനറെ കൂടെ ഒരു സെൽഫി എടുക്കുക. ഈ രീതിയിൽ ഒരു സെൽഫി എടുക്കുക, എന്റെ കൂടെ ഒരു സെൽഫി എടുക്കുക. ആ സെൽഫി നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ പേഴ്സണലോ അല്ലെ ബിസിനസ് ലെവലോ ഉള്ള ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും വിത്ത് ഹാഷ്ടാഗ് മൊയ്നു എംപവേഴ്സ് എന്നുള്ള ഹാഷ്ടാഗോട് കൂടി നിങ്ങൾ അത് പോസ്റ്റ് ചെയ്യുന്നു. ക്ലിയർ? സോഫാർ ക്ലിയർ അല്ലേ? കൈപോക്കുക. സോഫാർ ക്ലിയർ? ട്രെയിനർ കൂടെയുള്ള സെൽഫി എടുക്കുന്നു. എപ്പോഴും എടുക്കുക, 20 മുതൽ അങ്ങോട്ട് എപ്പോഴും എടുക്കുക. സെൽഫി എടുക്കുന്നു, എന്നിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് പ്ലസ് ഇൻസ്റ്റാഗ്രാമിൽ അത് പോസ്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം ചെയ്യേണ്ടത് ഹാഷ്ടാഗ് മൊയ്നു എംപവേഴ്സ്, കറക്റ്റ്. അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടതാണ്, ഇന്നത്തെ കോച്ചിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ കോച്ചിങ്ങിൽ കേട്ടോ, ഇപ്പോഴും ഞാൻ പുതിയ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഒരുപാട് ലേണീസ് ഓൾറെഡി വന്നു കഴിഞ്ഞു, സാന്ദർഭികമായിട്ട് ഇങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടിയ പോയിന്റ്സ് എന്തൊക്കെയാണ് അതെല്ലാം ഒരു പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, എഴുതിയെടുക്കുന്നു. ക്ലാസ് കഴിഞ്ഞ ശേഷം, ഇപ്പല്ല, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇന്നത്തെ സ്പെഷ്യൽ പോയിന്റുകൾ, കഴിഞ്ഞ ക്ലാസ്സിന്റെ വേണ്ട, 2 ദിവസത്തെ കാലിക്കറ്റ് നടന്ന വേണ്ട, ഇന്നത്തെ പുതിയ പോയിന്റുകൾ എത്രയാണോ നിങ്ങൾക്ക് എഴുതാൻ പറ്റുക അത്രയും ഒരു പേപ്പറിൽ നിങ്ങൾ 1, 2, 3, 4, 5 പേപ്പറിൽ എഴുതിയെടുക്കുക. എന്നിട്ട് അതൊരു ക്ലിക്ക് എടുക്കുക, മൊബൈൽ ക്ലിക്ക് ചെയ്തിട്ട് അതും കൂടി എവിടെ പോസ്റ്റ് ചെയ്യാം, നിങ്ങളുടെ സെൽഫിയുടെ കൂടെ എന്തും കൂടി പോസ്റ്റ് ചെയ്യാം. എന്റെ കൂടെയുള്ള സെൽഫി ഉണ്ടല്ലോ ട്രെയിനർ കൂടെ, അതിന്റെ കൂടെ എന്ത് ചെയ്യാം, മാക്സിമം പോയിന്റ് ഉള്ള ഈ പേപ്പർ കൂടി പോസ്റ്റ് ചെയ്യാം. കോഴ്സ് കഴിഞ്ഞ ശേഷം, ഇന്നത്തെ കോഴ്സ് കഴിഞ്ഞ്, ഇപ്പൊ ചെയ്യരുത്, സെൽഫി ഇപ്പൊ എടുത്തുകൂടെ, കൺവീനിയന്റ് ടൈം നോക്കി സെൽഫി എടുക്കാം. അതേ സമയത്ത് എന്ത് ചെയ്യാം, ഇത് പിന്നീട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആ പോയിന്റ് ഒരു തവണ ചെയ്യാവും, പിന്നീട് മാറ്റരുത്. നിങ്ങൾ എന്താ പറയുക, ധാർമ്മികത കീപ്പ് ചെയ്യുക, നിയമങ്ങൾ കീപ്പ് ചെയ്യുക. ഒരു തവണ മാത്രമേ നിങ്ങൾ ടൈം നോക്കൂ. അതിന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് വിതിൻ ഹാഫ് ആൻ അവർ ആണ് അത് ചെയ്യേണ്ടത്. ഇന്ന് എപ്പോഴാണ് നമ്മൾ ക്ലാസ് തീരുന്നത്, ടാസ്ക് ആകുമ്പോൾ തീർച്ചയായിട്ടും റൂൾസ് ഉണ്ടാവും. ഹാഫ് ആൻ അവർ, അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്കിലും പ്ലസ് ഇൻസ്റ്റാഗ്രാമിൽ വിത്ത് ഹാഷ്ടാഗ് മൊയ്നു എംപവേഴ്സിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. മെറ്റാ കോഴ്സ് ലെവലിൽ കാണുക. നിങ്ങൾ അറിയാലോ, പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ NLP കോഴ്സ് കഴിഞ്ഞ ആളാണ്. നമ്മുടെ മെറ്റാ കോഴ്സുകൾ നിങ്ങൾ ഓൾറെഡി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അരമണിക്കൂറാണ് ടൈം. അരമണിക്കൂറിന് ശേഷം പോസ്റ്റ് ചെയ്ത ആൾ സ്വീകരിക്കില്ല. നമ്മൾ ടൈമിംഗ് നോക്കും. നമ്മൾ ക്ലാസ് എപ്പോഴാണ് എൻഡ് ചെയ്യുന്നത്. ശുക്ർ സാർ ശ്രദ്ധിക്കുക, ജസിക്ക് ശ്രദ്ധിക്കുക, ശാലൊക്കെ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക, അഡ്മിൻ പാനലിൽ എല്ലാവരും ശ്രദ്ധിക്കുക. അരമണിക്കൂറിനുള്ളിൽ ചെയ്തവരെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടുള്ളൂ, അക്സെപ്റ്റ് ചെയ്യേണ്ടുള്ളൂ. ഓക്കെ, ഓൺലൈൻ സെൽഫി അതന്നെ. സ്ക്രീൻഷോട്ട് അല്ല. നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് നിങ്ങൾ മൊബൈൽ, എന്റെ മൊബൈൽ ഇവിടെ, ഒരു സെക്കൻഡ്, എന്റെ മൊബൈൽ കാണുന്നില്ല. മൊബൈൽ എടുത്തിട്ട് എന്ത് ചെയ്ത്, എന്റെ കയ്യിൽ ഈ കയ്യിൽ മൊബൈൽ ഉണ്ട് വിചാരിക്കുക. മൊബൈൽ എടുത്ത് നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ട്രെയിനർ കൂടെ സ്ക്രീനിലേക്ക് നോക്കിയിട്ട് സാധാരണ സെൽഫി എടുക്കുന്ന അറിയില്ലേ, ന്യൂജന്റെ സെൽഫി. ഓക്കെ, എന്റെ കൂടെ ഒരു സെൽഫി. ക്ലിയർ? സഫർ ക്ലിയർ? എന്നിട്ട് ഇന്നത്തെ
പോയിന്റുകളെല്ലാം എഴുതിയിട്ട് അതും കൂടി ഇടാം. അപ്പൊ ഫോട്ടോ ഉണ്ടായിരിക്കണം, അതോടൊപ്പം ഇന്നത്തെ മാക്സിമം പോയിന്റ് ആരാണോ എഴുതിയത് ഇന്നത്തെ ക്ലാസ്സിന്റെ, കഴിഞ്ഞ തവണത്തെ ക്ലാസ്സിന്റെ അല്ലേ, പോയിന്റ് നമ്മൾ നോക്കും ഏതൊക്കെ നിങ്ങൾ എഴുതുന്ന ഇവിടെ അസസ് ചെയ്യും, എക്സാമിനേഴ്സിന്റെ നമ്മൾ നോക്കും. ഇന്നത്തെ ക്ലാസ്സിന്റെ മാക്സിമം പോയിന്റ് ആരാണ് ഇട്ടത് അവർക്ക് വീണ്ടും ടാസ്കിലെ സമ്മാനം 2000 രൂപ വരെയുള്ള ഗിഫ്റ്റ് സമ്മാനമായിട്ട് അവരുടെ അഡ്രസ്സിൽ വീട്ടിലേക്ക് എത്തിയിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ആളെ പ്രഖ്യാപിക്കാൻ പോകണം. ആർ യു റെഡി? ഇന്നത്തെ വിജയ ടാസ്കിന്റെ, ഇന്നത്തെ അല്ല ഫസ്റ്റത്തെ ടാസ്കിന്റെ വിജയം പ്രഖ്യാപിക്കാൻ പോവാണ്. ഓക്കെ, ഷുക്കൂർ സാർ ആൻഡ് ജസീഖ് ആരാണോ ടൈപ്പ് ചെയ്യുക, ടൈപ്പ് ദ നെയിം ഇൻ ദ ചാറ്റ് ബോക്സ്. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ആളുടെ പേര് എനിക്കതറിയാം, അവർ ചാറ്റ് ചെയ്യട്ടെ. ടൈപ്പ് ഇൻ ദ ചാറ്റ് ബോക്സ്. Come on, faster. Yes, Muhammad Jasser. Come on. Muhammad Jasser ആണ് ഇന്നത്തെ വിജയമായിട്ടുള്ളത്. Everybody clap, big clap. ഇവിടെ മുഹമ്മദ് ജാസർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേക്ക്. 1 മിനിറ്റ് എന്ന് പറയാനുണ്ടെങ്കിൽ ഒരേ 1 മിനിറ്റ് സമയം, ഒരേ 1 മിനിറ്റ്. ഇന്നത്തെ വിഷയത്തേക്ക് ചാടി കയറണം. Come on, come faster. മുഹമ്മദ് ജാസർ, come on, come fast. നമുക്ക് 3 മണിക്കൂറൊന്നും പോരാ, കാരണം ഇതെല്ലാം അപ്ലിക്കേഷനിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളായതുകൊണ്ട് 3 മണിക്കൂർ ഏറ്റവും ചുരുങ്ങിയ ടൈമാണ് ഇത്, 3 മണിക്കൂർ എന്നുള്ളത്. ഓക്കെ, കമാൺ. ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. കമാൺ. യു ആർ ദ വിന്നർ ഓഫ് ദ ഫസ്റ്റ് ടാസ്ക്. 1 മിനിറ്റ് എന്താ പറയാനുള്ളത് പറഞ്ഞു. ഭയങ്കര സന്തോഷമുണ്ട്, വെരി ഗുഡ്. കാരണം പ്രതീക്ഷിച്ചിട്ടില്ല. അതേപോലെ ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു, അതായത് ഡയറക്റ്റ് ക്ലാസ്സിനേക്കാളും ചിലപ്പോ ഇത് 1 മണിക്കൂറിനുള്ളിൽ ഈ ഒരു ലെവൽ എനർജി ഫീലിംഗ് സാധാരണ ക്ലാസ്സിൽ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു എനർജി ഫസ്റ്റത്തെ ഒരു 30 മിനിറ്റ്സിൽ തന്നെ കിട്ടിയെന്നുള്ളതാണ്. Wow, very good. How many of you feel the same feeling? ആർക്കാണ് സെയിം എനർജി ഫീൽ ചെയ്യുന്നവര്? EF ടൈപ്പ്, EF എനർജി ഫീലിംഗ്. Come on, EF എനർജി ഫീൽ ആണ്. ഓൺലൈൻ ആണ്, എന്നിട്ടും എനർജി ലെവലാണ്. അവിടുന്ന് വീട്ടിലിരുന്നിട്ട് നിങ്ങൾ റൂമിൽ ഓഫീസിൽ നിന്ന് കേൾക്കാൻ പറ്റും. EF, come on, everybody type EF. Come on, everybody, EF. Yes, energy feeling, high level energy feeling. Very good. Okay, പിന്നെ എന്താണ് പറയാനുള്ളത്? പറഞ്ഞു നിർത്താം. Come on, come faster. സന്തോഷം. ഈ ലെവലിൽ ഓൺലൈൻ കോച്ചിങ് കിട്ടിയാൽ അങ്ങനെ ഉണ്ടാവും. Come on, ഈ ലെവലിൽ ഓൺലൈൻ കോച്ചിങ് കിട്ടിയാൽ അങ്ങനെ ഉണ്ടാവും. കണ്ടിന്യൂസ് കോച്ചിങ്, ഒരു 6 മാസ കോച്ചിങ് ഇങ്ങനെ തരികയാണ്. ഓൺലൈൻ ബിസിനസ് കോച്ചിങ് ഭയങ്കര അങ്ങനെ ഉണ്ടായിരിക്കും. അത് സൂപ്പർ ആയിരിക്കും അല്ലെ? എത്ര പേർക്ക് സൂപ്പറാ തോന്നുന്നുണ്ട്? സൂപ്പർ ആന്ന് തോന്നുന്നവര് ES സൂപ്പർ എന്ന് ടൈപ്പ് ചെയ്യാം. കമാൺ. 6 മാസം നിരന്തരം നീണ്ടു നിൽക്കുന്ന ഒരു സൂപ്പർ ബിസിനസ് കോച്ചിങ് ഇതേപോലെ വരികയാണെങ്കിൽ ഓൺലൈനിൽ ഇങ്ങനെ ഒരു 6 മാസ കോച്ചിങ്. യെസ്, വെരി ഗുഡ്. സൂപ്പർ എക്സൈറ്റഡ്. യെസ്, കമാൺ, എവരിബഡി ടൈപ്പ് ഇറ്റ്. വെരി ഗുഡ്. യെസ്, അത്ര കോച്ചിങ് സംഭവിക്കുകയാണെങ്കിൽ എത്ര പേർക്ക് ഇതിൽ ചേരാൻ താല്പര്യമുണ്ടെന്ന് പറയും? എത്ര പേർക്ക്? ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ്. ഇന്നിപ്പോ നടക്കുന്ന കോച്ചിങ് ഇതൊക്കെ ഒരു ഏറ്റവും ഗ്രൗണ്ട് ലെവലാണ്. ഇതിങ്ങനെ പൊങ്ങാനുള്ള എനർജിയിലാണ്. നമ്മുടെ എന്താ പറയാ, റോക്കറ്റിന്റെ ഫ്യൂല് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. പൊങ്ങിയിട്ടില്ലേ, ഫ്യൂലിങ് നിറച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബിസിനസ് ഗ്രോത്തിന്റെ ഫ്യൂൽ. കമോൺ, എത്ര പേർക്ക് 6 മാസ കോച്ചിങ് വെക്കുകയാണെങ്കിൽ എത്ര പേർക്ക് ചേരാൻ താല്പര്യമുണ്ട്? യെസ്, എത്ര പേര്? ഹൗ മെനി ഓഫ് യു ആർ റെഡി ടു ജോയിൻ ഇൻ ദ online coaching session, 6 month duration? Yes, very good. Very nice. Okay, very good. Okay, final word enna parayande Mohammed? Penna parayandengil parayam. Jasser. അതായത് അന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് കുറെ പോയിന്റ് ഒന്നും കൂടി റിമൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പൊ ഒന്നും കൂടി ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റി ഇന്നത്തെ ക്ലാസ്. Okay, very good. Okay, thank you. Moino is an international certified trainer. Moino has completed hundreds and hundreds of trainings in various topics from many top international trainers. He has obtained many international certifications. Following are a few names of his trainers: Tony Robbins, USA; Dr. John D. Martini, USA; Brian Tracy, USA; Blair Singer, USA; Mac Attram, UK; Zoltan Hrusko,
USA. Marcus D. Maria, Europe. Larry Gilman, USA. Alex Mandosian, USA. Robert Riopel, Canada. Timothy Hewen, Australia. Thaddeus Lawrence, Singapore. Seen Sia, Singapore. Shiv Kera, India. And many more. He has conducted his life-changing trainings in Dubai, Sharjah, Abu Dhabi, Ajman, Alain, Doha, Qatar, and India. Moinu is a motivational speaker. Moinu is an enthusiastic and passionate motivational speaker. He has an extraordinary and unique power to stir the audience and motivate to achieve the goals intended in the session. He has done several motivational sessions on various topics of life on different stages with top trainers like Shiv Kera, both in Middle East and India. He has completed several intense in-house courses, trainings, and direct coaching in NLP, Neuro-Linguistic Programming, TA Psychology, CBT, REBT, Counseling, Psychotherapy, ESP, Meditation, Yoga, Pranic Healing, Theta Healing, Silva Ultra Mind System, and much more from several experiential masters both from India and abroad. He has 23 years of experience in his field. He is the founder of Success Valley, a private limited company specializing in success, abundance, happiness, and fulfillment in all areas of human life. His training is an experience, not a program. It is transformative, not informative. It is therapeutic, not theoretical. It is engaging and amusing, flavored with outstanding anecdotes, parables, stories, experiences, and jokes. Media. Moinu's programs and interviews have been telecasted by many TV channels of Kerala, India, and Middle East. He has been invited as a chief guest in Sharjah International TV, a Sharjah government channel. Many newspapers like Malayalam Manorama, Madhrubhumi have reported his services to the humanity.